ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. ഹൗ ആർ യു? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പരീക്ഷകളൊക്കെ? മോഡൽ എക്സാമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ അറ്റൻഡ് ചെയ്ത് കാലക്രമേണ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ കയറുകയാണ് അല്ലേ? നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റായിട്ട് നമ്മൾ എടുക്കുന്നത് സുവോളജിയിൽ 2 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? 2 ചാപ്റ്റേഴ്സ്. അത് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ എവല്യൂഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അല്ലേ? നമ്മുടെ സെക്കൻഡ് ഇയറിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് അല്ലേ? നമുക്ക് മിക്കപ്പോഴും സെക്കൻഡ് ഇയറിലെ ടോപ്പിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഇയർ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മളിവിടെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കാണുകയാണെങ്കിൽ ഞാനത് ആൻസർ ചെയ്തേക്കാം പോരേ? അപ്പോൾ നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്കിത് ഭംഗിയായിട്ട് അടുത്ത 1.5 മണിക്കൂർ കൊണ്ട് ഈ 2 ടോപ്പിക്സ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമ്മൾക്ക് സാധാരണ എല്ലാ നീറ്റ് എൻട്രൻസ് എക്സാമിലും ഈ ടോപ്പിക്സിൽ നിന്നും മിക്കപ്പോഴും 2 ടോപ്പിക്സ് ചേർത്ത് 4 മുതൽ 6 ക്വസ്റ്റ്യൻ വരെ വരാം. 4 മുതൽ 6 ക്വസ്റ്റ്യൻ വരെ 2 ടോപ്പിക്സിന് ചേർത്ത് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അത് എവല്യൂഷനകത്തുനിന്ന് എനിക്കൊന്ന് കഴിഞ്ഞ 2023 കഴിഞ്ഞ വർഷം മാത്രമേ എവല്യൂഷനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയുള്ളൂ. പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ബ്രില്യൻറ്റിൽ നമ്മൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത കഴിഞ്ഞ 2023 മാർച്ച് മാസത്തിൽ നടന്ന ഒരു മോഡൽ എക്സാമിനകത്ത് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എവല്യൂഷനകത്തുനിന്ന് 2023 നീറ്റ് എൻട്രൻസ് എക്സാമിന് ചോദിച്ചത്. എന്നുവെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഇട്ട വ്യക്തി ഞാനായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടത് കേട്ടോ. കാരണം അന്ന് നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് ആൻസർ കീയൊക്കെ ചെക്ക് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ബ്രില്യൻറ്റിലെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് 1-2 അനിമൽസിൻ്റെ പേര് അങ്ങോട്ട് ഞാൻ മാറിപ്പോയതല്ലാതെ വേറെ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊരു സൂചന നൽകിയത്. അതിൻ്റെ അർത്ഥം എന്താ? ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണയും ഞാനത് പറഞ്ഞായിരുന്നു അല്ലേ? പല ക്വസ്റ്റ്യൻസും നമുക്ക് റിപ്പീറ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമിന് തന്നെ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ മോഡൽ എക്സാംസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് അത് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടാകുമ്പോന്നില്ല, നിങ്ങൾക്ക് നല്ലൊരു ഹ്യൂജ് ബെനിഫിറ്റ് ആയിരിക്കും അതിലൂടെ കിട്ടുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ നമുക്കെന്താ തുടങ്ങാമല്ലോ. അപ്പം ഇനി അടുത്ത 1.5 മണിക്കൂർ സമയത്തേക്ക് നിങ്ങളും ഞാനും മാത്രം അല്ലേ? നിങ്ങളുടെ അടുത്ത 1.5 മണിക്കൂർ ഞാനിങ്ങ് എടുക്കുകയാണ്. എനിക്കതിങ്ങ് തരണം, ഞാനിങ്ങ് എടുത്തോട്ടെ. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. എന്നാലും നമുക്ക് തുടങ്ങാം. അടുത്ത് ഞാൻ ആദ്യം നമ്മുടെ NCERT ഓർഡർ പ്രകാരം എവല്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. എവല്യൂഷൻ നടത്തുന്നത് സാധാരണ എല്ലാ വർഷവും 3 ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ ഉള്ളായിരുന്നു ഒന്നായി പോയത്. ബാക്കി എല്ലാപ്പോഴും 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യനൊക്കെ മിക്കപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. എനിക്കൊന്ന് നീറ്റിൻ്റെ ചരിത്രത്തിൽ 2017, 2023 ഈ 2 തവണ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് വന്നുള്ളൂ. മനസ്സിലായോ? അതുപോലെ 2020 മുതൽ അതായത് നമ്മുടെ കൊറോണ വന്നതിന് ശേഷം ഓർത്തോണം, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആ ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മിനിമം 3 ക്വസ്റ്റ്യൻ അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മാക്സിമം 4 മുതൽ 6 വരെ ഈ 2 ടോപ്പിക്കിൽ നിന്ന് ഈ വരുന്ന 2024 നീറ്റ് എൻട്രൻസ് എക്സാം കണ്ടക്ട് ഓൺ May 5 അതിനകത്തും ഉറപ്പായിട്ട് വന്നിരിക്കും കേട്ടോ. എഴുതിയിട്ട് നിങ്ങൾ വാക്കുകൾ. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും എവല്യൂഷനിലേക്ക് വരാം. നമ്മൾ എവല്യൂഷൻ എന്ന ചാപ്റ്റർ പഠിക്കുകയുണ്ടായത് പ്രധാനമായിട്ടും 5 ഡിഫറൻറ്റ് സെഷനായിട്ടാണ് അല്ലേ? 5 സെഷൻ. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് ഒറിജിൻ ഓഫ് ലൈഫ്, പിന്നെ എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ അല്ലേ? പിന്നെ നമ്മൾ പോയത് തിയറീസ് ഓഫ് എവല്യൂഷൻ, പിന്നെ മോഡേൺ സിന്തറ്റിക് തിയറി, അത് റിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ജനറ്റിക്സ്, അവിടെയാണ് നമ്മൾ ഹാർഡി, വെംബർഗ്, ഇവരെയൊക്കെ പഠിച്ചത് അല്ലേ? പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടേക്കാ? ദാറ്റ് ഈസ് ഹ്യൂമൻ എവല്യൂഷൻ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചു കയറ്റിയത്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ പ്രൊവൈഡ് ചെയ്തത്. എല്ലാവരും ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ 100% ഷുവർ നിങ്ങൾക്കത് കൃത്യമായിട്ടെല്ലാം മനസ്സിലായി കാണും, പഠിച്ചു കാണും എന്നതിന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്ത് ഒറിജിൻ ഓഫ് ലൈഫിന് ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ പലതവണയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2021 ഉൾപ്പെടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്നുള്ളത് അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞു പോയത് ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ
കെമിക്കൽ എവല്യൂഷണറി തിയറി പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ അല്ലേ അവർ പറഞ്ഞത്. അപ്പം ഇവിടെ ഒപ്പാരൻ ഹാൾഡെയിൻ തിയറി ഒറിജിൻ ഓഫ് ലൈഫിനെ ബേസ്ഡ് ഒരു കെമിക്കൽ എവല്യൂഷൻ പ്രപ്പോസ് ചെയ്തു, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അതിനെക്കാട്ടിക്ക് മുന്നേ നമ്മൾ 1-2 പോയിന്റ്സോടെ ഓർത്തിരിക്കണം. അവിടെ കുറച്ച് വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അത് ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്നത് ഏതായിരുന്നു? ഒന്ന് നമ്മൾ പറയുന്നത് ഒറിജിൻ ഓഫ് ലൈഫ് അല്ലേ, ഒറിജിൻ ഓഫ് ലൈഫ്. ഈ ഒറിജിൻ ഓഫ് ലൈഫ് സംഭവിച്ചത് എത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പാണ്? ദറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4000 million years ago അല്ലേ. ഓർ ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് 4 billion years ago. 4 billion years മുമ്പാണ് ഏതാ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് അവിടെ ഉണ്ടായത് അല്ലേ. എന്നാൽ അവിടെ നമ്മൾ പഠിച്ചായിരുന്നു ഒറിജിൻ ഓഫ് എർത്ത്. നമ്മുടെ ഒറിജിൻ ഓഫ് ഈ എർത്ത് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് എർത്ത്, എർത്തിൻ്റെ ഒറിജിൻ നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ദറ്റ് ഈസ് 4500 million years ago അല്ലേ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 4.5 billion years ago അല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പം എർത്ത് ഇവോൾവ് ചെയ്തത് 4500 millions ഓഫ് ഇയേഴ്സ് മുമ്പ് അല്ലേ എർത്ത് ഇവോൾവ് ചെയ്തത്. എന്നാൽ ആ എർത്തിൽ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത് എപ്പോഴാണ്? 4000 millions ഓഫ് ഇയേഴ്സ് മുമ്പ്. എന്ന് പറഞ്ഞാൽ എർത്ത് ഇവോൾവ് ചെയ്തത്, നിങ്ങൾ പലപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണത്, എർത്ത് ഇവോൾവ് ചെയ്തത് 4500 millions ഓഫ് ഇയേഴ്സ് മുമ്പാണല്ലോ. എന്നാൽ നമ്മുടെ NCERT സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എർത്ത് ഇവോൾവ് ചെയ്തതിന് ശേഷം 500 millions of years കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തു അല്ലേ. അങ്ങനെ നമ്മുടെ NCERT സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ എർത്ത് ഇവോൾവ് ചെയ്തത് 4500 millions ഓഫ് ഇയേഴ്സ് മുമ്പ്. ആ എർത്ത് ഇവോൾവ് ചെയ്ത് ഏകദേശം ഒരു 500 millions of years കഴിഞ്ഞു. അങ്ങനെ 500 millions of years കഴിഞ്ഞപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത് അല്ലേ, ഫസ്റ്റ് ഫോം ലൈഫ് ഇവോൾവ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളാണെന്ന് വിചാരിക്കാം, നമ്മളാണ് അല്ലേ, നമ്മളാണ്. അപ്പം ഈ നമ്മൾ നടന്ന പാഷൻ നമ്മൾ പറഞ്ഞത് 4500 millions എർത്ത് ഇവോൾവ് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് 500 millions കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഉണ്ടായി. അതെന്ന് പറഞ്ഞാൽ 4500 നിന്ന് 500 millions കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4000 million years ago അല്ലേ. ആ സമയത്താണ് ഏതാ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് അവിടെ ഇവോൾവ് ചെയ്തത്. ഈ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഏത് രൂപത്തിലുള്ളതാണ്, എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യ ഉത്തരം നൽകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താ, അതിന് കൃത്യമായിട്ട് ആരും പേര് നൽകുന്നുമില്ല. പിന്നെ നമ്മുടെ ഒപ്പാരൻ ഹാൾഡെയിൻ തിരിക്കാത്ത അവർ പറഞ്ഞത് ഏതാ ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂൻസിൽ നിന്നും ഏതാ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ അതിനകത്ത് ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂൻസ് നിന്നും ഫസ്റ്റ് ഫോം ലൈഫ് ഉണ്ടായി. അത് പല പല സീരീസ് ഓഫ് സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് വഴിയാണെന്ന് പഠിക്കുകയുണ്ടായി അല്ലേ. ഇനി ഇവിടെ 4000 millions മുമ്പ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഉണ്ടായി. പിന്നെ ആ 4000 millions കഴിഞ്ഞ് ഒരു 1000 millions ശേഷം എന്ന് വെച്ചാൽ ഏതാണ് നമ്മൾ പറയുന്നത് 3000 million years ago അല്ലേ. 3000 millions ഓഫ് ഇയേഴ്സ് മുമ്പ് അവിടെ ഏതാണ് ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ആയി. കണ്ടോ, ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അവിടെ ഇവോൾവ് ആയി എന്നാ 3000 millions ഓഫ് ഇയേഴ്സ് മുമ്പ്. ഓക്കെ, എന്നിട്ട് ആ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫിനെ നമ്മൾ പ്രോട്ടോബയോൺസ് എന്ന പേരിട്ട് വിളിക്കുകയുണ്ടായി അല്ലേ. പ്രോട്ടോബയോൺസ് ആ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ദേ ഹാവ് ദ എബിലിറ്റി, ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നുണ്ട്. സച്ച് ക്യാപ്സ്യൂൾസ് റീപ്രൊഡ്യൂസ് ദെയർ മോളിക്യൂൾസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല ഈ ഫസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റ് മെറ്റബോളിക് ക്യാപ്സ്യൂളിനകത്ത് കുറേ ജയൻ്റ് മാക്രോ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു അല്ലേ. ആ ജയൻ്റ് മാക്രോ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് RNA അല്ലേ. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചല്ലോ മറ്റൊരെണ്ണം പോളിസാക്രൈഡ്സ്. നമ്മുടെ NCERT പോളിസാക്രൈഡ്സ് എക്സെട്ര അങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിരുന്നു ആ ഫസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റ് മെറ്റബോളിക് ക്യാപ്സ്യൂളിനകത്ത് ഉണ്ടായിരുന്നത് അല്ലേ. അത് നമ്മളവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് ഇത് പറയുന്നതാണ്. ഇനി ഇങ്ങനെ ഫസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റ് മെറ്റബോളിക് ക്യാപ്സ്യൂൾ ഇവോൾവ് ചെയ്തതിന് ശേഷം അവിടെ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ആയി അല്ലേ. ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അവിടെ ഇവോൾവ് ആയി. അങ്ങനെ ഇവോൾവ് ചെയ്ത ആ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ദേ വെയർ അതർവൈസ് കോൾഡ് ഇയോബയോൺസ് അല്ലേ. ഇയോബയോൺസ് എന്ന് വിളിച്ചു. ആൻഡ് ദീസ് ആർ ഇവോൾവ് അറൗണ്ട് 2000 million years ago ഉണ്ടോ. ഏകദേശം 2000 millions ഓഫ് ഇയേഴ്സുമാണ് അവരിവിടെ ഇവോൾവ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 billions ഓഫ് ഇയേഴ്സ് മുമ്പ് അല്ലേ. 2 billions മുമ്പാണ് ഇയോബയോൺസ് എന്നറിയപ്പെടുന്ന ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ആയത്. അവിടെ നമ്മുടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഡിഡ് നോട്ട് പോസിബിളി
originate till about 2000 million years ago. NCERT ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ മില്ലേഴ്സ് സിമുലേഷൻ എക്സ്പെരിമെൻ്റ് താഴെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഡിഡ് നോട്ട് പോസിബിളി ഒറിജിനേറ്റ് ടിൽ അബൌട്ട് 2000 million years ago. അല്ലെ, ഏകദേശം ഒരു 2000 millions of years മുമ്പ് വരെ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ലായിരുന്നു. അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ വരച്ചതുപോലെ ഇതിപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ആണ്. നല്ല ഹ്യൂമൻസാണ് അല്ലേ. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ പറയുന്നു ഏതാ നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത് എത്രയാ? 4000 millions of ഇയേഴ്സിന് മുമ്പ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് അവിടെ ഇവോൾവ് ആയി. പിന്നെ പറഞ്ഞത് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫാണ്. ഇതെല്ലാം വേറെ വേറെയാണ്, എല്ലാം ഒന്നല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത് എപ്പോഴാണ്? 2000 million years ago അല്ലേ. അത് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അവിടെ ഇവോൾവ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തുവായിരുന്നു? ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഡിഡ് നോട്ട് പോസിബിളി ഒറിജിനേറ്റ് ടിൽ അബൌട്ട് 2000 million years ago. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരു 2000 millions of years മുമ്പ് വരെ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഇല്ലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് 4000 millions years ഉണ്ടായി. അത് കഴിഞ്ഞ് അടുത്ത ഒരു 2000 ഉണ്ടോ ഇവിടം വരെ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇവിടെ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ആ ഒറിജിൻ ഓഫ് ലൈഫിനകത്ത് മറ്റൊന്നിലേക്ക് പോയത് അത് അവിടെ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഒക്കെ പഠിച്ചായിരുന്നു. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 20,000 million years ago അല്ലേ, 20,000 millions years മുമ്പ് ഒരു ഹ്യൂജ് സിംഗുലർ എക്സ്പ്ലോഷനിലൂടെയാണ് യൂണിവേഴ്സ് ഇവോൾവ് ചെയ്തത്. അവിടെ ഏറ്റവും ആദ്യമായിട്ട് ഫോം ചെയ്ത ഗ്യാസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയും? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം അല്ലേ. ദേ വേർ ദ ഫസ്റ്റ് ഗ്യാസസ് ഫോംഡ് ഇൻ ദാറ്റ് പ്രിമിറ്റീവ് യൂണിവേഴ്സ്. ശരിയല്ലേ? പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടേക്കായിരുന്നു? ഈ ഒറിജിൻ ഓഫ് എർത്ത് അത് 4500 millions yearsമാണ്. പക്ഷേ എർത്ത് ഇവോൾവ് ചെയ്ത് ഏകദേശം 500 millions of years കഴിഞ്ഞ്. അത് 2021 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഈ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എർത്ത് ഇവോൾവ് ചെയ്ത് എത്ര മില്യൺസ് years കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത്? അതൊരു ആൻസർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആൻസർ ഏതാ? 500 million years ago അല്ലെങ്കിൽ 500 million years ago എന്ന് പറയാൻ പറ്റത്തില്ല, 500 million years after ഫ്രം ദ ഒറിജിൻ ഓഫ് എർത്ത് അല്ലേ. എർത്ത് ഒറിജിൻ ചെയ്ത് 500 millions of years കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ആയി. ശരിയല്ലേ? പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ ഫോം ചെയ്ത ഫസ്റ്റ് ഫോം ഓഫ് ലൈഫിൽ നിന്ന് അവിടെ പ്രിമിറ്റീവ് കണ്ടീഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് ടൈപ്പായിരുന്നു? റെഡ്യൂസിങ് ടൈപ്പ് ആയിരുന്നു അല്ലേ. അതിന് റെഡ്യൂസിങ് ടൈപ്പ് എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ. ഫ്രീ ഓക്സിജൻ്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ റെഡ്യൂസിങ് ടൈപ്പ് എന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ ആ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആറ്റംസ് ഉണ്ടായി. കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫറൊക്കെ ഉണ്ടായി. എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്തു. കെമിക്കൽ റിയാക്ഷനാണ് അത്. കെമിക്കൽ എവല്യൂഷൻ അത് പറയുന്നുണ്ട് ഒപ്പാരനും ഹാൾഡേനും. പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ ഇവർ റിയാക്ട് ചെയ്തു. ആ റിയാക്ഷനോടെ മീഥേനും അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറൊക്കെ ഉണ്ടായി. എന്നിട്ട് ദീസ് സബ്സ്റ്റൻസസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ മോൾട്ടൺ മാസ് കവേർഡ് ദ എർത്ത് സർഫസ്. പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ എർത്ത് സർഫസിനെ കവർ ചെയ്തിരുന്ന ആ മോൾട്ടൺ മാസിലേക്ക് ഈ 4 കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിക്കുന്ന മീഥെയിൻ അല്ലേ, അതുപോലെ തന്നെ അമോണിയ അല്ലേ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ അല്ലേ. ദീസ് ആർ ദ കമ്പോണൻസ് വിച്ച് വെയർ റിലീസ്ഡ് ഇൻ ടു ദ മോൾട്ടൺ മാസ് കവേർഡ് ദ എർത്ത് സർഫസ് അല്ലേ. എർത്ത് സർഫസിനെ കവർ ചെയ്യുന്ന ആ മോൾട്ടൺ മാസിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് ഇവരിത്രയുമായിരുന്നു. ശരിയല്ലേ? എന്നിട്ട് ഇതിനകത്ത് ഹൈഡ്രജൻ ലാർജ് സ്കെയിൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ഹൈഡ്രജനുമായിട്ട് ഇവരെല്ലാം റിയാക്ട് ചെയ്തു. ആ റിയാക്ഷനാണ് റിസൾട്ടിങ് ദ ഒറിജിൻ ഓഫ് ലൈഫ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം റിയാക്ട് ചെയ്തിട്ട് അവിടെ കുറേ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി അല്ലേ. സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതായിരുന്നു സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്? നമ്മൾ പഠിച്ച നമ്മൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസിന് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി. സച്ച് ആസ് അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഷുഗേഴ്സ് അല്ലേ. ഷുഗേഴ്സ്, ദെൻ പിഗ്മെൻറ്റ്സ്, അതുപോലെ തന്നെ നൈട്രജൻ ബേസസ്, ഇതൊക്കെ അവിടെ ഉണ്ടായി അല്ലേ. എന്നിട്ട് ഇവരെല്ലാം മഴ പെയ്തപ്പോൾ ആ മഴവെള്ളത്തോടൊപ്പം ഇവരെല്ലാം നേരെ എങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു? എർത്ത് ക്രിസ്റ്റലിലേക്ക് വന്നു അല്ലേ. എർത്ത് ക്രിസ്റ്റൽ അതേ സമയത്ത് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റുകളുണ്ടായിരുന്നു. അതിലൂടെ ഭയങ്കരമായ പ്രൊജക്ഷൻസ്, മൗണ്ടൻസും അതുപോലെ തന്നെ അഗാധ ഗർത്തങ്ങളുണ്ടായി. അവിടേക്കാണ് ഇതെല്ലാം എന്ന് നടന്നത് അല്ലേ, മഴവെള്ളത്തോടൊപ്പം. എന്നിട്ടോ ആ പ്രിമിറ്റീവ് ഓഷനിലേക്ക് എത്തിച്ചേർന്ന ഈ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എഗെയിൻ റിയാക്ട്സ് വിത്ത് ഈച്ച് അതർ അല്ലേ. ഇവരെല്ലാം പരസ്പരം വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? റിയാക്ട് ചെയ്തു ഈ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആ റിയാക്ഷനിലൂടെ ദാറ്റ് വിൽ റിസൾട്ട്സ് the origin
ഓഫ് അല്ലെ, അത് എന്തിലേക്ക് റീഡ് ചെയ്യപ്പെട്ടു? റിസൾട്ട്സ് ദ ഫോർമേഷൻ ഓഫ് ഏതാ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് അല്ലെ, അതിലൂടെ ചില കോംപ്ലക്സ് ഓർഗാനിക് മോണോമിയേഴ്സ് അല്ലെ, കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസുകൾ അവിടെ ഫോം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഉണ്ടായ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് അതാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് RNA അല്ലേ, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ദെൻ ഏതാ പോളിസാക്കറൈഡ്സ് എക്സെട്ര അല്ലേ, ഇതൊക്കെ അവിടെ ലാർജ് സ്കെയിലിൽ ഇവോൾവ് ആയി. ഓക്കെ, എവിടേക്ക് വന്ന് വീണു? നമ്മുടെ ആ ഓഷനിൽ ഉണ്ടായി. എന്നിട്ട് ഈ പറഞ്ഞ സിമ്പിൾ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് അതിൽ നിന്നാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത് എന്നാണ് ആര് പറയുന്ന? നമ്മുടെ ഒപ്പാരനാട് ഹാൾഡെയിൻ പറയുന്നത്. ഇത് നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ കറക്റ്റ് ഓർഡറാണ്. ഈ ഓർഡർ വെച്ച് നമുക്ക് 3 or 4 തവണ പ്രീവിയസ് ഇയർ നീറ്റ് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2016 ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, നല്ല ക്വസ്റ്റ്യനാണ്. നമ്മുടെ ബ്രില്യനിലെ മെറ്റീരിയൽ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെവൽ 2 അല്ലേ. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. യെസ്, അപ്പോൾ എന്തായാലും ഇത് അതിൻ്റെ കറക്റ്റ് വേ ഓഫ് ഒറിജിൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫിനെ ബേസ് ചെയ്ത് പല സയൻറ്റിസ്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്ത പല തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്? ഒന്ന് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, അതൊരു റിലീജിയസ് ലിറ്ററേച്ചറാണ് അല്ലേ, പ്രൊപ്പോസ്ഡ് ബൈ ഹീബ്രു ആൻഡ് സപ്പോർട്ടഡ് ബൈ ഫാദർ സുവാരസ്. അതിനകത്ത് അവർ പറഞ്ഞത് ഓൾ ദ ലൈഫ് ഫോംസ് ഇൻ അവർ എൻവയോൺമെൻറ്റ് ഹാസ് ക്രിയേറ്റഡ് ആസ് സച്ച് അല്ലേ. അതുപോലെ സിൻസ് ക്രിയേഷൻ എൻവയോൺമെൻറ്റ് നോട്ട് ചേഞ്ച്ഡ് ആൻഡ് ദർ ഇസ് നോ എനി ചേഞ്ച് ഇൻ ഫ്യൂച്ചർ ടൈം ഓൾസോ. അതുപോലെ അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ അവർ എർത്ത് ഹാസ് ഓൺലി 4000 years ഓൾഡ്. അല്ലെങ്കിൽ 3 കൊണോട്ടേഷൻസ് വഴിയാണ് ആ തിയറി അവതരിപ്പിച്ചത്. അതൊരു റിലീജിയസ് ലിറ്ററേച്ചറാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിന് കൃത്യമായ സയൻറ്റിഫിക് എവിഡൻസ് അവിടെ ഇല്ല അല്ലേ. അതുപോലെ മറ്റൊന്ന് പറഞ്ഞു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അങ്ങനെ കുറേ ഗ്രൂപ്പ് ഓഫ് സയൻസുകൾ അവതരിപ്പിച്ചത്. അതിനകത്ത് നമ്മൾ പഠിച്ചെന്ത് വരുന്നത്? ലൈഫ് ഫോംസ് ഓൺ എർത്ത് ഇവോൾവ്ഡ് ഫ്രം സം നോൺ ലിവിങ് സബ്സ്റ്റൻസസ് സച്ച് ആസ് ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ലൈക്ക് മഡ്, സ്ട്രോ, ഡ്യൂ എക്സെട്ര ബൈ സ്പോണ്ടേനിയസ്ലി അല്ലേ. മഡിൽ നിന്നും സ്ട്രോയിൽ നിന്നും ഡ്യൂവിൽ നിന്നൊക്കെയാണ് ഇന്ന് കാണപ്പെടുന്ന പല ലൈഫ് ഫോംസും സ്പോണ്ടേനിയസ് ആയിട്ട് ഇവോൾവ് ആയി അല്ലേ. അങ്ങനെയാണ് പറയുകയുണ്ടായത്. പക്ഷേ ലേറ്റർ ഇറ്റ് വാസ് എക്സ്പെരിമെൻ്റലി ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ ത്രൂ സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ് അല്ലേ. സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റിലൂടെ ലൂയിസ് പാസ്റ്റർ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കും സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കും ഒക്കെ എടുത്തിട്ട് അത് ഈസ്റ്റ് ആൻഡ് ഷുഗർ സൊല്യൂഷൻ മിക്സ് ചെയ്ത് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് കെൽഡ് ഈസ്റ്റിൽ നിന്നും ലൈഫ് ഫോംസ് ഒന്നും ഇവോൾവ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയില്ല. അത് 3 ഫ്ലാസ്കിലായിട്ടാണ് വെച്ചത്. ഓക്കെ, 3 ഫ്ലാസ്കിൽ വെച്ചപ്പോൾ അതിനകത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ചിരുന്ന ഫ്ലാസ്കിൽ ലൈഫ് ഫോംസിൻ്റെ പ്രസൻസ് കണ്ടെത്തി. പക്ഷേ എയർ ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരുന്ന ആ സ്വാനക്ഡ് ഫ്ലാസ്കിനകത്ത് ലൈഫിൻ്റെ ഒരു കണിക പോലും കണ്ടെത്തിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു കാരണവശാലും ലൈഫ് ഫോംസ് എവിടുന്ന പ്രീ എക്സിസ്റ്റഡ് ലിവിങ് തിങ്സിൽ നിന്ന് ലൈഫ് ഫോംസ് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് ആര് പറയുകയുണ്ടായി? അല്ല, പ്രീ എക്സിസ്റ്റ് ലൈഫ് ഫോംസ് അതിൽ നിന്നാണ് ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്യുന്നത് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ അല്ലേ. അല്ലാതെ നോൺ ലിവിങ് മാറ്ററിൽ നിന്ന്, ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ലൈഫ് ഫോംസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. പകരം ലൈഫ് ഫോംസ് ആർ ഇവോൾവ്ഡ് ഫ്രം സം പ്രീ എക്സിസ്റ്റഡ് ലിവിങ് തിങ്സ് എന്നാണ് ആര് പറയുകയുണ്ടായത്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ. പക്ഷേ അത് പറഞ്ഞപ്പോഴും അവിടെ ചില ആൾക്കാർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ പ്രീ എക്സിസ്റ്റഡ് ലൈഫ് ഫോംസ് എങ്ങനെ വന്നു അല്ലേ? അതിനുത്തരം നൽകാൻ ലൂയിസ് പാസ്റ്റർ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ തിയറി ഓഫ് ബയോജനസിസ് പ്രൊപ്പോസ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ അത് നമ്മൾ എന്ത് ചെയ്യുക? റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് നമ്മൾ ഒഴിവാക്കി. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന മറ്റൊരു തിയറി ഉണ്ട്, അതാണ് നമ്മളടുത്ത് പറയുന്നത്. ഏതായിരുന്നു? തിയറി ഓഫ് പാൻസ്പേമിയ അഥവാ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ അല്ലെങ്കിൽ കോസ്മോസോയിക് ഒറിജിൻ. കാരണം നമ്മൾ പഠിച്ചിരുന്നത് ലൈഫ് ഫോംസ് ആർ ഇവോൾവ്ഡ് അല്ലെങ്കിൽ ലൈഫ് ഫോംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത് ആസ് ഇൻ ദി ഫോം ഓഫ് സ്പോർസ് അല്ലെ. സ്പോറുകളായിട്ട് ലൈഫ് ഫോംസ് ഒന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനൊന്നും എവിഡൻസ് ഇല്ല. ഇതെല്ലാം കഴിഞ്ഞാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ. നേരത്തെ പ്രീ എക്സിസ്റ്റിംഗ് ആയിരുന്ന ചില ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് നിന്നാണ് ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്തത് അല്ലേ. ഡൈവേഴ്സ് ഓർഗാനിക് മോളിക്യൂൾസ് നിന്നും ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലൈഫ് ഇവിടെ ഇവോൾവ് ആയി എന്നാണ് പറയുന്നത്. അതാണ് ഒപ്പാരനാൻ്റെ ഹാൾഡെയിൻ തിരികെ നമ്മൾ കെമിക്കൽ എവല്യൂഷനിൽ പഠിച്ചത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എക്സ്പെരിമെൻ്റ് ചെയ്ത് പ്രൂവ് ചെയ്തു, മില്ലർ സിമുലേഷൻ എക്സ്പെരിമെൻറ്റിലൂടെ അല്ലേ. അപ്പം സിമുലേഷൻ എക്സ്പെരിമെൻറ്റ് അതിനെ ബേസ് ചെയ്തും 2021 നീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് വളരെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട്
കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് ഏതാ ഈ ലൈഫ് ഫോംസിൻ്റെ ഒറിജിനെ കുറിച്ച്, അല്ല സോറി, മില്ലർ സിമുലേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ അതിനകത്ത് അദ്ദേഹം സ്പാർക്ക് ചേമ്പറും അതുപോലെ തന്നെ ഒരു ക്ലോസ്റ്റർ ഗ്ലാസ്സിനകത്ത് വെള്ളമൊക്കെ എടുത്ത് വെച്ച് വാക്വം ബമ്പും കണ്ടൻസർ കണക്ട് ചെയ്തിട്ടാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. വാക്വം ബമ്പ് ഉപയോഗിച്ച് അതിനകത്തുണ്ടായിരുന്ന ആ സ്പാർക്ക് ചേമ്പറിനകത്തുണ്ടായിരുന്ന ഓക്സിജൻ റിമൂവ് ചെയ്തു. എന്നിട്ട് അതേ വാക്വം ബമ്പ് ഉപയോഗിച്ച് മീഥെയിൻ, ഹൈഡ്രജൻ, അമോണിയ ഇതായിരുന്നല്ലോ പ്രിമിറ്റീവ് ഗ്യാസസ് കെമിക്കൽ റിയാക്ഷൻ നടന്നത്. അതിനെ സ്പാർക്ക് ചേമ്പറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടത്തിയത്. അതിലൂടെ അദ്ദേഹത്തിന് എൻ പ്രൊഡക്റ്റായിട്ട് അമിനോ ആസിഡ്സ് കിട്ടി അല്ലേ. അത് കഴിഞ്ഞിട്ട് 1953 മില്ലർ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റു പല സയൻറ്റിസ്റ്റുകളും ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അതിലൂടെ അവരും ഫാറ്റ്സ്, ഷുഗേഴ്സ്, പിഗ്മെൻറ്റ്സ്, നൈട്രജൻ ബേസസ് അതിൻ്റെയൊക്കെ ഫോർമേഷൻ ഒബ്സർവ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ കുറേ എക്സ്പെരിമെൻ്റൽ എവിഡൻസുകൾ ഈ കെമിക്കൽ എവല്യൂഷൻ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ആ തിയറി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റിനകത്ത് ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തോണം. വാക്വം ഉപയോഗിച്ചത് അകത്തുള്ള ഓക്സിജൻ പുറത്തേക്ക് കളയാനും പിന്നെ ആ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആയിട്ടുള്ള മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ അതിനെ നേരെ ആ സ്പാർക്ക് ചേമ്പറിലേക്ക് കൊണ്ടുവരാനും കൂടിയാണ്. എന്നാൽ ഒരു കണ്ടൻസർ വെച്ചിട്ട് വെള്ളത്തിനെ കളക്ട് ചെയ്തു അല്ലേ. അതുപോലെ ഇലക്ട്രോഡ് വയേഴ്സ് വെച്ച് സ്പാർക്ക് ഉണ്ടാക്കി. ഓക്കെ, അവസാനം സ്പിൻ കോക്ക് വെച്ചാണത് ചെക്ക് ചെയ്തത്. ഇതായിരുന്നു നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇത്രയായിരുന്നു ഒറിജിൻ ഓഫ് ലൈഫിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അതിന് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതായിരുന്നു അറിയോ? ദാറ്റ് ഈസ് നമ്മൾ പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോർഷൻ. ദാറ്റ് ഈസ് എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ അല്ലേ. ഓർഗാനിക് എവല്യൂഷൻ്റെ എവിഡൻസസ്. ഇവിടെ നമ്മൾ ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് any kind of cumulative changes occurs in the living group of population and in the distant population results speciation after number of generations. ഉണ്ടോ, ലിവിങ് ആയിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗനിസത്തിന് ഉണ്ടാകാവുന്ന ക്യുമുലേറ്റീവ് ചേഞ്ചസും അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിസൻറ്റ് പോപ്പുലേഷനിലാണ്. അവർ ലീവ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ചേഞ്ചസ് എക്സ്പ്രസ് ചെയ്യുന്നത് അടുത്ത ജനറേഷനിലാണ്. അങ്ങനെ വരുമ്പോൾ ആ ചേഞ്ചസ് ഇങ്ങനെ ഇൻഹെർട്ട് ചെയ്തിട്ട് പോവുക. ഓരോ ജനറേഷൻ കഴിയുന്നതോറും എന്താ പുതുതായിട്ടുള്ള ആൾക്കാർ നേരത്തെ ഉള്ളവരെക്കാട്ടി മാറിക്കൊണ്ടിരിക്കും, ബ്രാഞ്ച് ചെയ്ത് പോകും. അതാണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് ഡാർവിൻ പറഞ്ഞത് ഓൾ ദ അല്ലെ ഡാർവിൻ പറഞ്ഞ വാക്കുകളാണ് ഓൾ ദ പ്രസൻറ്റ് ഫോംസ് ഓഫ് ലിവിങ് തിങ്സ് ഇൻ അവർ എൻവയോൺമെൻറ്റ് ഷെയറിങ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദം നോട്ട് among themselves along with the existed group of animals millions of years ago. ഉണ്ടോ, അദ്ദേഹം പറഞ്ഞത് ഇന്നുള്ള എല്ലാ ഓർഗനിസംസും അതാത് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഒത്തിരി 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 ഡിഫറൻ്റ് ആണ്. പക്ഷേ എത്രയൊക്കെ ഡിഫറൻ്റ് ആണെങ്കിലും ചില കാര്യങ്ങളിൽ അവരെല്ലാം തമ്മിൽ എന്ത് കാണിക്കുന്നുണ്ട്? സിമിലാരിറ്റീസ്. നോട്ട് among themselves, അവർ തമ്മിൽ മാത്രമല്ല പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ടും ഇന്നുള്ളവർ എന്ത് കാണിക്കുന്നുണ്ട്? സിമിലാരിറ്റി. ദാറ്റ് മീൻസ് ഓൾ ഓഫ് ദം ആർ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. ഇതാണ് പറയുണ്ടായത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഓർഗാനിക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഇതാണ് ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാ ഓർഗാനിസംസും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നും ആൻഡ് ഹാവ് എ കോമൺ ആൻസെസ്റ്റർ എന്നും. അങ്ങനെയല്ലേ പഠിച്ചത്? പക്ഷേ എല്ലാവരും ക്ലോസ്ലി റിലേറ്റഡ് ആണ്, അവർക്ക് കോമൺ ആൻസെസ്റ്റർ ഉണ്ടെന്ന് എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ അതിന് കൃത്യമായ എവിഡൻസുകൾ വേണം. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അല്ലേ. എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെയാ? നമ്മൾ അതിൻ്റെ ഒരെണ്ണം പറയുന്നുണ്ട് ബയോകെമിക്കൽ എവിഡൻസസ് അല്ലേ. ആ എവിഡൻസ് നമുക്ക് അവിടുന്ന് പറഞ്ഞായിരുന്നു. ബയോകെമിക്കൽ എവിഡൻസ് നമ്മളിലേക്കും it is mainly based on the comparative study of the biological substances in the body of different vertebrates. ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സിൻ്റെ ബോഡിയിലെ ബയോളജിക്കൽ സബ്സ്റ്റൻസുകളെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ബയോളജിക്കൽ സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ ഏതാ? പ്രോട്ടീൻസ്, ഹോർമോൺസ്, ജീൻസ് അല്ലെ, ഇതിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സിൽ ഒരേ ടൈപ്പ് പ്രോട്ടീൻസും ഹോർമോൺസും ജീൻസും ഉണ്ട്. അത് ഫങ്ഷണലി സിമിലർ ആയിരിക്കും, ഫങ്ഷണലി മാത്രമല്ല സ്ട്രക്ചറലിയും സിമിലർ ആയിരിക്കും അല്ലേ. അങ്ങനെ ഫങ്ഷണലി സിമിലർ ആയിട്ടുള്ള പ്രോട്ടീൻസും ഹോർമോൺസും ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സിൽ വന്നാൽ അത് എന്ന് വിളിക്കുന്ന പേര് മോളിക്കുലാർ അനലോഗി എന്നാണ് അല്ലേ. ദറ്റ് ഈസ് കോൾഡ് മോളിക്കുലാർ അനലോഗി. അനലോഗസ് അല്ല, അനലോഗി അല്ലേ. പിന്നെ എന്നാൽ അത് ഫങ്ഷണൽ സിമിലാരിറ്റി വെച്ച് പറയുമ്പോൾ ബയോകെമിക്കൽ സബ്സ്റ്റൻസുകളായിരുന്നില്ല. എന്നാൽ ഈ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസിൽ ഈ പറഞ്ഞ പ്രോട്ടീൻസും ഹോർമോൺസും ജീൻസും ഫങ്ഷണലി മാത്രമല്ല സിമിലാരിറ്റി കാണിക്കുന്നത്, സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. ആ സ്ട്രക്ചറൽ സിമിലാരിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോന്നായിരുന്നു? മോളിക്കുലാർ ഹോമലോഗി അല്ലേ. മോളിക്കുലാർ ഹോമലോഗി. ഇത് രണ്ടും വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടേക്കാ? ബോത്ത് ഓഫ് ദം ഗിവ് ക്ലൂസ് ടു കോമൺ ആൻസെസ്റ്റർ അല്ലേ. ഇപ്പോൾ ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സിൽ പ്രോട്ടീൻസും ഹോർമോൺസും ഒരേപോലെ വന്നു, എന്നിട്ടത് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒരേപോലെയായി മോളിക്കുലാർ ഹോമലോഗി, ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ഒരേപോലെയായി മോളിക്കുലാർ അനലോഗി. ഇങ്ങനെ സ്ട്രക്ചറലി ആൻഡ് ഫംഗ്ഷനലി ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് ഷെയർ സിമിലാരിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗനിസംസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദേ ആർ വെരി ക്ലോസ്ലി
റിലേറ്റഡ്. പ്രീവിയസ്ലി ദർ ഹാവ് എ കോമൺ ആൻസസ്റ്റർ. ഇതായിരുന്നു നമ്മൾ ബയോകെമിക്കൽ എവിഡൻസിനകത്ത് പഠിക്കുകയുണ്ടായത്. ശരിയല്ലേ? ഇനി ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആയിരുന്നു ഏതാ നമ്മൾ പഠിച്ച മറ്റൊരു ചെറിയൊരു എവിഡൻസ്, ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസസ്. ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസസ് അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താ? ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി ഓർഗനിസംസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് അല്ലേ? വേൾഡിൻ്റെ പല ഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഓർഗനിസംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വിധേയമാക്കുന്നു. അങ്ങനെ കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഓർഗനിസംസ് തമ്മിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പും കോമൺ ആൻസസ്റ്ററി നമ്മൾ പ്രൂവ് ചെയ്യും അല്ലേ? പിന്നെ നമുക്കറിയാം ഈ ഓർഗനിസംസ് വേൾഡിൻ്റെ പല ഭാഗത്തേക്ക് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണല്ലോ അല്ലേ? ആ ഡിസ്ട്രിബ്യൂഷന് കാരണം എന്താണെന്നാ പറയുന്ന? കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് അല്ലേ? കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്നാണ് നമ്മൾ പറയുകയുണ്ടായത്. ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിലൂടെ ഓർഗനിസംസ് ഒരു സ്ഥലത്ത് നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ചില ഓർഗനിസത്തിൻ്റെ എക്സ്റ്റിങ്ഷന് കാരണമാകാം. ചിലപ്പോൾ ചില ഓർഗനിസംസ് ഒരിടത്ത് മാത്രമായി മാറ്റപ്പെടാം. റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അതൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അതിന് 2 എക്സാമ്പിൾ നിങ്ങളുടെ എൻസിആർടിയിലുണ്ട്. ഏതൊക്കെയാ? ഒന്ന് നമ്മൾ പറയുന്നത് വെൻ സൗത്ത് അമേരിക്ക ജോയിൻ ടു നോർത്ത് അമേരിക്ക, then mammals resembling horse, hippopotamus, bear and rabbit overridden by North American fauna. NCERT സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുന്നത് തൊട്ടുമ്പത്തെ പാരഗ്രാഫിൽ അല്ലേ? അപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലുണ്ടായിരുന്ന മാമൽസ് റിസംബ്ലിങ് ഹോഴ്സിനെ പോലെയൊക്കെയുള്ള ചില മാമൽസ്, ഹിപ്പോപ്പൊട്ടാമസിനെ, ബിയറിനെ, റാബിറ്റിനെ പോലുള്ള ചില മാമൽസ്, അവർ എന്ത് ചെയ്തു? ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും നേരെ എവിടേക്ക് എത്തി? നോർത്ത് അമേരിക്കയിലേക്ക് എത്തി അല്ലേ? കാരണം അടുത്തടുത്ത് വന്നപ്പോൾ അവർക്കിടയ്ക്ക് ഒരു പനാമ കനാലൊക്കെ ഉണ്ട്. അത് ഇപ്പുറത്തേക്ക് വരികയും അവിടെ ചെന്നപ്പോൾ ഇവരുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന ആനിമൽസ് അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? കോമ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ആ കോമ്പറ്റീഷനകത്ത് ഈ മാമൽസ് റിസംബ്ലിങ് ഹോഴ്സ്, ഹിപ്പോപ്പൊട്ടാമസ് അവരെന്തായി പോയി? എക്സ്റ്റിങ്ക്റ്റ് ആയി. അപ്പോൾ അത് വരാൻ കാരണം ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആണ്. പക്ഷേ അതിലൂടെ നമ്മളൊരു കാര്യം കണ്ടു, ഈ സൗത്ത് അമേരിക്കയിലെ മാമൽസ് നോർത്ത് അമേരിക്കയിൽ ചെന്നപ്പോൾ അവരുമായിട്ട് സിമിലാരിറ്റി വന്നുകൊണ്ടാണ് ആ കോമ്പറ്റീഷൻ അവിടെ വന്നത്. എല്ലാവരുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? അങ്ങനെ കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ ആ സിമിലാരിറ്റി കാണിക്കുന്നത് ഈ സൗത്ത് അമേരിക്കയിലുണ്ടായിരുന്നവരും നോർത്ത് അമേരിക്കയിലുണ്ടായിരുന്നവരും നേരത്തെ റിലേറ്റഡ് ആയിരുന്നു. പ്രീവിയസ്ലി ദേ ഹാവ് എ കോമൺ ആൻസസ്റ്റർ അല്ലേ? അതുപോലെ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ചിലപ്പോൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനാൽ ഓർഗനിസംസ് ഒരിടത്ത് മാത്രമായി മാറ്റപ്പെടും അല്ലേ? അതാണ് റെസ്ട്രിക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതിന് എക്സാമ്പിളാണ് സർവൈവൽ ഓഫ് പൗച്ച്ഡ് മാമൽസ്. ആരാ പൗച്ച്ഡ് മാമൽസ്? മാർസുപ്പിയൽ മാമൽസ് അല്ലേ? ഇൻ ഓസ്ട്രേലിയ ഡ്യൂ ടു ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ. അതും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഈ മാർസുപ്പിയൽ മാമൽസ് ഓസ്ട്രേലിയയിലും നിയർ ബൈ ഐലൻഡ്സിലും മാത്രമായി മാറ്റപ്പെട്ടു. പക്ഷേ അവിടെ മാത്രമുള്ള അവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടേറെ കാര്യങ്ങളിൽ അവരും നമ്മളും തമ്മിൽ സിമിലാരിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്. അതും കാണിക്കുന്നത് ഓർഗനിസംസ് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നും കോമൺ ആൻസസ്റ്റർ എന്നുള്ളതാണ്. ശരിയല്ലേ? ഇനി അപ്പോൾ അത് ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസ് ആയിരുന്നു. പിന്നെ മൂന്നാമതൊരെണ്ണം ഉണ്ട്, അടുത്തത് അതാണ് നമ്മൾ പറയുന്ന ഏതാ? എംബ്രിയോളജിക്കൽ എവിഡൻസസ് അല്ലേ? എംബ്രിയോളജിക്കൽ എവിഡൻസസ്. ഞാനതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണേ. എംബ്രിയോളജിക്കൽ എവിഡൻസ്, ഇവിടെ നമ്മൾ എംബ്രിയോളജിക്കൽ എവിഡൻസ് ഇതിനെ ബേസ് ചെയ്ത് 2021 2 ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഫോർ എവല്യൂഷൻ പ്രപ്പോസ്ഡ് ബൈ എന്നായിരുന്നു. പ്രപ്പോസ്ഡ് ബൈ അത് ഏണസ്റ്റ് ഹേക്കൽ അല്ലേ? അദ്ദേഹം ബേസ്ഡ് ഓൺ സം ഒബ്സർവേഷൻസ് ഇൻ ദ എംബ്രിയോസ് ഓഫ് ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സിൻ്റെ എംബ്രിയോസിനെ ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്തായിരുന്ന ഏതാ? എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചോണേ, ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ എല്ലാ വെർട്ടിബ്രേറ്റ്സിനും കോമൺ ആയിട്ട് ചില ക്യാരക്ടർ ഉണ്ട്. പക്ഷേ ആ കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അഡൽട്ട് ആകുമ്പോൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, പ്രസൻസ് ഓഫ് എ റോ ഓഫ് വെസ്റ്റീജിയൽ ഗിൽസ്ലെറ്റ്സ് ജസ്റ്റ് ബിഹൈൻഡ് ദ ഹെഡ്. ഇറ്റ് ഈസ് എ ഫങ്ഷണൽ ഓർഗൻ ഓൺലി ഇൻ അഡൽട്ട് ഫിഷ്. ഉണ്ടോ? എല്ലാ എംബ്രിയോസിനും ഇയർലി സ്റ്റേജിൽ അവരുടെ ഹെഡിന് തൊട്ട് പിറകിലായിട്ട് റോ ഓഫ് വെസ്റ്റീജിയൽ ഗിൽസ്ലെറ്റ്സ് ഉണ്ട്. അതിപ്പോൾ ഫിഷ് ആയിക്കോട്ടെ, ആംഫിബിയൻ ആയിക്കോട്ടെ, റെപ്റ്റൈൽ ആയിക്കോട്ടെ, ബേർഡ് ആയിക്കോട്ടെ, മാമലായിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഏർലി മിനിസ്റ്റേജിൽ. പക്ഷേ ഇവർ അഡൽട്ടായി കഴിയുമ്പോൾ ഈ ക്യാരക്ടർ ഇല്ല. ആകപ്പാടെ അഡൽട്ടിൽ ആ ഗിൽസ്ലെറ്റ്സ് നിലനിൽക്കുന്നത് ആരിൽ മാത്രമാണ്? ഫിഷിൽ മാത്രം. ഫിഷ് അഡൽട്ട് ആകുമ്പോഴും അവർക്ക് എന്തുണ്ട്? ഗിൽസ്ലെറ്റ്സ് ഉണ്ട്. മനസ്സിലായോ? എന്നാൽ ഇത് ഏണസ്റ്റ് ഹേക്കൽ ഈ ഒരു ഐഡിയ പറഞ്ഞു. പക്ഷേ ഇയർലി മിനിസ്റ്ററിൽ കോമൺ ആയിട്ട് ക്യാരക്ടർ ഉണ്ട്. ഇനി ഈ അഡൽട്ട് ഫിഷിന് ഗിൽസ്ലെറ്റ്സ് ഉണ്ട്. അത് ആംഫിബിയൻ്റെയും റെപ്റ്റൈലിൻ്റെയും ബേർഡിൻ്റെയും മാമലിൻ്റെയും എംബ്രിയോ ഇയർലി സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവർക്ക് ഇയർലി മിനിസ്റ്ററിൽ ഗിൽസ്ലെറ്റ്സ് ഒക്കെ വരുന്നത്. അഡൽട്ട് ഫിഷിൻ്റെ ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നത് ആംഫിബിയനും റെപ്റ്റൈലും ബേർഡും മാമലും എല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഫിഷുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവർക്കെല്ലാം പ്രീവിയസ്ലി ദർ ഹാവ് എ കോമൺ ആൻസസ്റ്റർ. അതാ പറയുന്നത്. ഇനി എന്നാൽ 1828 കോൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ന സയൻറ്റിസ്റ്റ് ഈ ഒരു ഐഡിയ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചത്. ഏണസ്റ്റ് ഹേക്കലിൻ്റെ ഐഡിയനെ അദ്ദേഹം മറ്റൊരു രീതിയിലാണ് പണ്ട് പറഞ്ഞിരുന്നത്.
അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നത് അറിയോ, കോൾ എണസ്റ്റ് വെബർ, അത് 2021 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ. അത് ഇങ്ങനെയായിരുന്നു, എന്ത് വരുന്നത്, എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഫോർ എവല്യൂഷൻ ഓഫ് ഹേക്കൽ ഡിസ്പ്രൂവ്ഡ് ബൈ വിച്ച് സയൻറ്റിസ്റ്റ്. അതായിരുന്നു ഹേക്കലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ ഡിസ്പ്രൂവ് ചെയ്തത് ആരായിരുന്നു എന്നുള്ളത്. ആരാ? കോൾ ഏണസ്റ്റ് വോൺ ബെയർ, അല്ലേ, അദ്ദേഹമാണ്. കോൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞത് ഒരിക്കലും ഡിസെൻഡൻറ്റിൻ്റെ എംബ്രിയോസ് അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ എംബ്രിയോസ് ഇയർലി സ്റ്റേജിൽ മറ്റുള്ള ആനിമൽസിൻ്റെ അഡൾട്ട് ക്യാരക്ടറിലൂടെ കടന്നു പോകത്തില്ല എന്ന് പറഞ്ഞാൽ എംബ്രിയോസ് ഓഫ് ഡിസെൻഡൻറ്റ് അവരൊരിക്കലും ആൻസസ്റ്ററിൻ്റെ അഡൾട്ട് ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്തില്ല, പകരം ആൻസസ്റ്ററിൻ്റെ എംബ്രിയോണിക് ക്യാരക്ടറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയർലി എംബ്രിയോണിക് സ്റ്റേജിൽ എല്ലാ വേർട്ടിബ്രേറ്റ് എംബ്രിയോസും എന്താ സിമിലർ ആണ്. ആ സിമിലാരിറ്റി പ്രൂവ് ചെയ്യുന്നത് ദേ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ആൻഡ് ഹാവ് എ കോമൺ ആൻസസ്റ്റർ. ഇപ്പം ഫിഷിൻ്റെ എംബ്രിയോ അവർക്ക് ഗിൽസ്ലിറ്റ്സും പോസ്റ്റൻറ്റയിലും ഉണ്ട്. അതേ ക്യാരക്ടറാണ് ആംബിബിയൻ എംബ്രിയോയ്ക്ക് ഏർലി സ്റ്റേജിൽ വരുന്നത്, ഗിൽസ്ലിറ്റ്സും പോസ്റ്റൻറ്റയിലും. അതേ ക്യാരക്ടറാണ് ആർക്കാ റെപ്റ്റൈലിന് വരുന്നത് ഏർലി സ്റ്റേജിൽ. അപ്പം ആൻസസ്റ്ററിൻ്റെ എംബ്രിയോണിക് ക്യാരക്ടർ പിൻഗാമികൾ അവരുടെ ഏർലി സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും ഇത് രണ്ട് രീതിയിലാണ് ഈ തിയറി, അല്ലെങ്കിൽ ബയോജനറ്റിക് ലോ എന്നുള്ള തിയറിയാണിത്, രണ്ട് രീതിയിലാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ നിങ്ങൾ തൽക്കാലം NCERT അങ്ങ് ഫോളോ ചെയ്താൽ മതി, എന്നിട്ട് ഒത്തിരി ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയി പഠിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് മതി. അപ്പോൾ ഇതാണ് എംബ്രിയോളജിക്കൽ സപ്പോർട്ട് എവല്യൂഷൻ. അപ്പോൾ അതിനകത്ത് കോൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞതായിക്കോട്ടെ, ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞതായിക്കോട്ടെ, രണ്ടുപേരും പറഞ്ഞത് വെച്ച് എന്താ എംബ്രിയോസ് എല്ലാം സിമിലർ ആണ് ഏർലി സ്റ്റേജിൽ. ആ സിമിലാരിറ്റി കാണിക്കുന്നത് എല്ലാ വേർട്ടിബ്രേറ്റും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നും ആൻഡ് ഹാവ് എ കോമൺ ആൻസസ്റ്റർ എന്നുള്ളതുമാണ്. അതാണ് എംബ്രിയോളജിക്കൽ സപ്പോർട്ട്. ഇത് മൂന്നാമത് എവിഡൻസ്. ഇനി നാലാമത് എവിഡൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഏതാ? മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസസ്, അല്ലേ? മോർഫോളജിക്കൽ ആൻഡ് ഏതായിരുന്നു? അനാട്ടമിക്കൽ എവിഡൻസസ്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് വേർട്ടിബ്രേറ്റ്സ്. ആണോ? ഡിഫറെൻറ്റ് വേർട്ടിബ്രേറ്റ്സിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഇൻറ്റേണൽ ആയതുമായ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വിധേയമാക്കും. അതിലൂടെ വി ക്യാൻ പ്രൂവിങ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ കോമൺ ആൻസസ്ട്രി, അല്ലേ? അപ്പോൾ നമ്മളിവിടെ രണ്ട് ഓർഗൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഹോമലോഗസ് ഓർഗൻസും പിന്നെ അടുത്തത് ആരാണ്? അനലോഗസ് ഓർഗൻസും, അല്ലേ? ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. അതിനകത്ത് ഹോമലോഗസ് ഓർഗൻസ് നമ്മൾ എടുക്കുമ്പോൾ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർഗൻസ് വിച്ച് ഹാവ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ, അല്ലേ? രണ്ട് ഡിഫറെൻ്റ് ആനിമൽസിൽ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലും ഒറിജിൻ്റെ കാര്യത്തിലും ഒരേപോലെ വരുന്ന ഓർഗൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏത് പേര് വിളിക്കാം? ഹോമലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കാൻ പറ്റും, അല്ലേ? പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പറയാം, ആ ഓർഗൻസിൻ്റെ ഫംഗ്ഷനും അപ്പിയറൻസും ഡിഫറെൻ്റ് ആയിരിക്കുകയും വേണം. അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ട് ഡിഫറെൻ്റ് ആനിമൽസിലെ സ്ട്രക്ചറും ഒറിജിനും ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനെ ഏത് ഓർഗൻസായിട്ട് കൺസിഡർ ചെയ്യാം? ഹോമലോഗസ് ഓർഗൻസായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ട് ആനിമൽസിലെ സ്ട്രക്ചറും ഒറിജിനും ഒരുപോലെ വന്ന സ്ട്രക്ചേഴ്സാണ് ഹോമലോഗസ് ഓർഗൻസ്. അങ്ങനെ വരുന്ന അപ്പോൾ അത് കാണിക്കുന്നത് രണ്ട് ഡിഫറെൻ്റ് ആനിമൽസിലെ സ്ട്രക്ചറും ഒറിജിനും ഒരുപോലെ വന്നു എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് ആ രണ്ട് ആനിമൽസും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പ്രീവിയസ്ലി ബോത്ത് ഓഫ് ദം ആർ ഹാവ് എ കോമൺ ആൻസസ്റ്റർ. അതാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? അപ്പം പിന്നെ ഇവരുടെ അപ്പിയറൻസും ഫംഗ്ഷനും മാറി. ദാറ്റ് ഈസ് ഡ്യൂ ടു ഡൈവേർജൻ്റ് എവല്യൂഷൻ, അല്ലേ? സെയിം സ്ട്രക്ചർ ഡെവലപ്ഡ് എലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഡ്യൂ ടു അഡാപ്റ്റേഷൻസ് ടു ഡിഫറെൻറ്റ് നീഡ്സ്, അല്ലേ? ഒരേ സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് ഹാബിറ്റലിലേക്ക് ചെന്നിട്ട് അവിടുത്തെ അഡാപ്റ്റേഷൻസ് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആ സെയിം സ്ട്രക്ചർ ഫംഗ്ഷനലി ഡിഫറെൻ്റ് ആയി മാറുന്നു. അങ്ങനെ വരുന്ന ഓർഗൻസ് ആണ് ഹോമലോഗസ് ഓർഗൻസ്. അതിന് കാരണമായിട്ടുള്ള എവല്യൂഷനാണ് ഏതാ? ഡൈവേർജൻ്റ് എവല്യൂഷൻ, അല്ലേ? നമ്മൾ ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾസ് പഠിച്ചായിരുന്നല്ലോ. മിക്കപ്പോഴും നമ്മൾ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റിനകത്ത് ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരാറുണ്ട്. മിക്കപ്പോഴും ഏതാ? ഹോമലോഗസ് ഓർഗൻസിനെയും അനലോഗസ് ഓർഗൻസിനെയും. അതാണ് ഏറ്റവും പ്രധാനം. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് തന്നെ വയ്ക്കണം. നമ്മുടെ NCERTയിൽ ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ പഠിച്ചത് ഏതൊക്കെയാ? ഫോർ ലിംബ് ഓഫ് മാൻ, ബാറ്റ്, വെയിൽ ആൻഡ് ചീറ്റ, അല്ലേ? തോൺ ഓഫ് ബോഗൺവില്ലെ ആൻഡ് ടെൻഡർ ഓഫ് കുക്കുർബിറ്റ, പിന്നെ കമ്പാരിറ്റീവ് അനാറ്റമി ഓഫ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ ഓഫ് ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സ്. ഇത് മൂന്നുമാണ് നമ്മുടെ NCERTയിലെ ഹോമലോഗസ് ഓർഗൻസിനെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത്. അത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോയിക്കോണം കേട്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം വരാം. അപ്പോൾ ഒരേ സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ അഡാപ്റ്റേഷൻ അനുസരിച്ചും ഹാബിറ്റാറ്റ് അനുസരിച്ചും ഫംഗ്ഷനലി ഡിഫറെൻ്റ് ആയി മാറുമ്പോൾ എന്നാൽ സ്ട്രക്ചറലി സിമിലറായി മാറുമ്പോൾ ആ കൈൻഡ് ഓഫ് ഓർഗൻസ് ആണ് ഹോമലോഗസ് ഓർഗൻസ്. അതിന് കാരണം ഏത് എവല്യൂഷൻ? ഡൈവേർജൻ്റ് എവല്യൂഷൻ. നമ്മൾ ഡൈവേർജൻ്റ് എവല്യൂഷൻ പറയുമ്പോൾ അതിനകത്ത് ഈ ഹോമലോഗസ് ഓർഗൻസും ഡൈവേർജൻ്റ് എവല്യൂഷനും കാണിക്കുന്നത് എന്തെന്നാ? കോമൺ ആൻസസ്ട്രിയാണ്, അല്ലേ? ആ ഡൈവേർജൻ്റ് എവല്യൂഷനകത്ത് ഒരു ടൈപ്പ് ഓഫ് ഡൈവേർജൻ്റ് എവല്യൂഷനാണ് ഏതാ? അഡാപ്റ്റീവ് റേഡിയേഷൻ, അല്ലേ? എല്ലാ ഡൈവേർജൻ്റ് എവല്യൂഷനും നമുക്ക് അഡാപ്റ്റ് റേഡിയേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ അഡാപ്റ്റ് റേഡിയേഷനും എന്താണ്? ഡൈവേർജൻ്റ് എവല്യൂഷനാണ്.
ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഈ നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ അത് ഒരു ഡൈവേർജൻ്റ് എവല്യൂഷൻ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡൈവേർജൻ്റ് എവല്യൂഷൻ ബൈ വിച്ച് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് starting different species in an isolated geography starting from a point and literally radiating to other areas of geography. Based on the new area, organisms are adapted and evolved into new species. അല്ലേ? അതാണ് ഏതാ അഡാപ്റ്റഡ് റേഡിയേഷൻ. അത് നന്നായിട്ട് പഠിച്ചു വെച്ചു. അതിനകത്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ താണ്ടെ ഇത് ഒരു ഗിവൻ ജിയോഗ്രഫി ആണെന്ന് വിചാരിക്കാം. ഈ ഗിവൻ ജിയോഗ്രഫിയിൽ താണ്ടെ ഒരു ഓർഗനിസം ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് കോമൺ ആൻസസ്റ്റർ പറയാം. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഈ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് അതിൻ്റെ കുറേ ഡിസെൻഡൻസ് ഡൈവേർജ് ചെയ്ത് എയറിലേക്ക് പോയി, കുറേ പേര് ഡൈവേർജ് ചെയ്ത് വാട്ടറിലേക്ക് പോയി, അല്ലേ? കുറേ പേര് ഡൈവേർജ് ചെയ്ത് എങ്ങോട്ടേക്കാ? അർബൻ ഏരിയയിലേക്ക് പോയി, അല്ലേ? കുറേ പേര് ഡൈവേർജ് ചെയ്ത് എങ്ങോട്ടേക്കാ? നമ്മൾ പറയുന്ന ഫോറസ്റ്റ്. എന്നിട്ട് ഇവർ ഓരോരുത്തരും ഈ ചെന്നുപെട്ട സ്ഥലത്തെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്യുന്നു. അഡാപ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഓർഗൻസ് ചെയ്യുന്ന ഫംഗ്ഷന്മാരും അതിൻ്റെ അപ്പിയറൻസ് ഇതെല്ലാം മാറി വേറെ വേറെ സ്പീഷീസ് ആകും, അല്ലേ? അതാണ് ഏതാ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇതിനകത്ത് നമ്മൾ 3 എക്സാമ്പിൾസ് നമ്മുടെ NCERT ടെക്സ്റ്റ് തന്നെ ഉണ്ട് അഡാപ്റ്റ് റേഡിയേഷന്. ഏതൊക്കെയാ? നമ്മൾ പഠിച്ചായിരുന്നു ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്സ്, അല്ലേ? ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്സ് നമ്മൾ പഠിച്ചത്. ഇറ്റ് ഇസ് എ വെൽ നോൺ എക്സാമ്പിൾ ഫോർ ഏതാ? അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റേഷൻ ഗാലപ്പഗോസ് ഈ ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്സ് അഡാപ്റ്റീവ് റേഡിയേഷൻ മാത്രമല്ല എക്സാമ്പിൾ. പിന്നെ നമ്മൾ പഠിക്കുന്ന ഏതാ? ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷനിലൂടെ ന്യൂ സ്പീഷീസ് ഇവോൾവ് എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. പിന്നെയോ ബയോ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ ന്യൂ സ്പീഷീസ് ഇവോൾവ് എക്സാമ്പിളായിട്ട് പറയാറുണ്ട്, അല്ലേ? പിന്നെയോ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഈ ഫൗണ്ടർ എഫക്റ്റിനും എക്സാമ്പിളായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യാറുണ്ട്, അല്ലേ? ഏതാ? ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഏതാ? മാർസൂപ്പിയൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, അല്ലേ? മാർസൂപ്പിയൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ഡിഫറെൻറ്റ് മാർസൂപ്പിയൽ മാമൽസ് അവർ അത് ഒരു എക്സാമ്പിളാണ്. അവിടെ തന്നെയുള്ള മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു. ഏതാ? പ്ലാസെൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, അല്ലേ? പ്ലാസെൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. അതും ഏത് തന്നെയാണ്? അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് കാണിക്കുന്നുണ്ട്? അഡാപ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇത് അപ്പോൾ അഡാപ്റ്റേഷനും ഹോമോലോഗസ് ഓർഗൻസ് വരാൻ കാരണം അഡാപ്റ്റേഷൻ. ഹോമോലോഗസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അഡാപ്റ്റേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇത് നമ്മൾ മറ്റൊന്നും പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ അനലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ദീസ് ആർ ദി ഓർഗൻസ് വിച്ച് ഹാവ് എ സിമിലർ ഫങ്ഷൻ ബട്ട് ഡിഫറെൻറ്റ് ഇൻ ദെയർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ഉണ്ടോ? ഇവിടെ നമ്മൾ 2 ഡിഫറെൻറ്റ് ആനിമൽസിനെ എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ആനിമൽസിൻ്റെ ചില ഓർഗൻസ് ഫങ്ഷണലി സിമിലർ ആയിരിക്കും, ഫങ്ഷണലി മാത്രം. എന്നാൽ അതിൻ്റെ സ്ട്രക്ചറും ഒറിജിനും എന്തായിരിക്കും? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഫങ്ഷണലി സിമിലർ ആയിട്ടുള്ള ഓർഗൻസ് ആനിമൽസിൽ വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോന്നാ? നമ്മൾ പറയുന്ന അതാണ് അനലോഗസ് ഓർഗൻസ്, അല്ലെ? ഫങ്ഷണലി സിമിലർ ആയിട്ടുള്ള ഓർഗൻസ് സീൻ ഇൻ ആനിമൽസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി കൺവേർജന്റ് എവല്യൂഷൻ, അല്ലേ? ക്ലിയർ ആയോ? ദെൻ ഇനി അപ്പോൾ നമ്മൾ ആ കൺവേർജന്റ് എവല്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ അനലോഗസ് ഓർഗൻസ് അതിന് എക്സാമ്പിൾസ് നമ്മൾ NCERT 3-4 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഞാൻ എഴുതുന്നില്ല, പറയാം. ഏതൊക്കെയാ? വിങ് ഓഫ് ബേർഡ് ആൻഡ് വിങ് ഓഫ് ബട്ടർഫ്ലൈ, അല്ലേ? നമുക്ക് ബേർഡിന് ഒരു വിങ് ഉണ്ട്, എന്തിനാ? പറക്കാൻ വേണ്ടി, അല്ലേ? ബട്ടർഫ്ലൈക്ക് ഒരു വിങ് ഉണ്ട്, എന്തിനാ? പറക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ 2 പേർക്കും അത് ഫങ്ഷണലി സിമിലർ ആണ്. പക്ഷേ 2രുടെയും വിങ്ങിൻ്റെ സ്ട്രക്ചർ ഒരുപോലാണോ? അല്ല, അത് ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറൻസ് കാണിക്കുന്നത് കോമൺ ആൻസസ്ട്രി ആണോ ഡിഫറെൻറ്റ് ആൻസസ്ട്രി ആണോ? അത് കാണിക്കുന്നത് ഡിഫറെൻറ്റ് ആൻസസ്ട്രിയാണ്. ബേർഡിൻ്റെ തൊട്ട് മുമ്പത്തെ ആൻസസ്റ്റർ ഒരു ഏവിയൻ ആൻസസ്റ്ററാണ്. ബട്ടർഫ്ലൈക്ക് തൊട്ട് മുമ്പത്തെ ആൻസസ്റ്റർ ഒരു ആർത്രോപോഡിയൻ ആൻസസ്റ്ററാണ്. ഇപ്പോൾ 2 പേരും 2 ഡിഫറെൻറ്റ് ആൻസസ്റ്ററിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്. എന്നിട്ട് ബോത്ത് ഓഫ് ദം ആർ കെയിം ഇൻ ടു എ കോമൺ ഹാബിറ്റാറ്റ്, അല്ലേ? 2 പേരും ഒരൊറ്റ ഹാബിറ്റാറ്റിലേക്ക് എത്തി, സിമിലർ ഹാബിറ്റാറ്റിലേക്ക് എത്തി. അതാണ് അടുത്ത പോയിന്റ്. ആ സിമിലർ ഹാബിറ്റാറ്റിലേക്ക് എത്തിയിട്ട് ഒരേ വേ ഓഫ് ലൈഫ് ലീഡ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് കൺവേർജന്റ് എവല്യൂഷൻ, അല്ലേ? അപ്പം ആ കൺവേർജന്റ് എവല്യൂഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഏത് ഓർഗൻസ് വരുന്നത്? അനലോഗസ് ഓർഗൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അനലോഗസ് ഓർഗൻസ് ആർ എ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ. ഉണ്ടോ? കൺവേർജന്റ് എവല്യൂഷൻ്റെ ഒരു റിസൾട്ടായിട്ട് വരുന്ന ആൾക്കാരാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതിന് എക്സാമ്പിളാണ് വിങ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ, പിന്നെ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ,
അല്ലേ? ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. അതേപോലെ തന്നെ ആരാണ് നമ്മൾ പറയുന്ന പിന്നെ ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ. നമ്മുടെ NCERT ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ എന്നേ ഉള്ളൂ. നമുക്കത് വെയിലായിട്ട് എടുക്കാം, കാരണം ഒരേ ഹാബിറ്റാറ്റ് വന്നെങ്കിലേ കൺവേർജൻ്റ് ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ വെയിൽ, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് വെയിൽ. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടാറ്റോ. ഇതൊക്കെ എക്സാമ്പിൾസ് കംസ് അണ്ടർ ദീസ് അനലോഗസ് ഓർഗൻസ് ആണ്, അല്ലേ? ഇതുമായിട്ട് ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കാമല്ലോ. നീറ്റ് 2022 അവിടെ വന്ന ക്വസ്റ്റ്യൻസിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. അതാണ്ടേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. താഴെ തന്നിരിക്കുന്നതിനകത്ത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് 2022 നീറ്റിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു, അന്ന് വന്നൊരു ക്വസ്റ്റൻ ആയത്. ഇത് കണ്ടോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് ട്രൂ. ശരിയല്ലാത്തത് ഏതാന്ന് പറയണം, അല്ലേ? തെറ്റായിട്ടുള്ളത്. അനലോഗസ് ഓർഗൻസ് ആർ എ റിസൾട്ട് ഓഫ് കൺവേർജൻ്റ് റിലേഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയതല്ലേ, അപ്പോൾ അത് NCERT സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ് നിന്നു, അത് ട്രൂ ആണ്, അല്ലേ? അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അനലോഗി. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയുള്ളൂ, അതും ശരിയല്ലേ? അത് കറക്റ്റാണ്. അടുത്തത് ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസസ്ട്രി. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഹോമോലോഗസ് ഓർഗൻസും ഡൈവേർജുലേഷനും ഒക്കെ കാണിക്കുന്നത് കോമൺ ആൻസസ്ട്രി ആണ്, അതും ട്രൂ ആണ്. അടുത്തത് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ ആർ എ പെയർ ഓഫ് ഹോമോലോഗസ് ഓർഗൻസ്. ആണോ? പെൻഗ്വിൻ അല്ലെ, പെൻഗ്വിൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏതാ നമ്മൾ അത് ഹോമോലോഗസ് ഓർഗൻസ് അല്ല. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ ആർ വെരി വെൽ നോൺ എക്സാമ്പിൾ ഫോർ അനലോഗസ് ഓർഗൻസ്, അല്ലേ? അനലോഗസ് ഓർഗൻസിനെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ആൻസറായിട്ട് ഏതെടുക്കാം? ഓപ്ഷൻ 4, അല്ലേ? നോട്ട് ട്രൂ അബൌട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതെ ഓപ്ഷൻ 4 ആണ് അവിടെ കറക്റ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെച്ചതാണ് 2022 ക്വസ്റ്റ്യൻ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ ആണത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൻ്റെ ഇത് നമ്മൾ പഠിച്ചില്ല, ഇത് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. നമ്മൾ തൻ്റെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞല്ലോ, ഇനി ഞാൻ മറ്റൊന്നിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ പിന്നെ അനലോഗസ് ഓർഗൻസ് വരാൻ കാരണം ഏത് എവല്യൂഷനാണെന്ന് പറഞ്ഞത്? കൺവേർജൻ്റ് എവല്യൂഷൻ, അല്ലേ? എന്തോ കൺവേർജൻ്റ് എവല്യൂഷൻ? എന്താണ് കൺവേർജൻ്റ് പറയുമ്പം it is a kind of evolution by which different organisms evolved from different ancestors into a common habitat and leads similar way of life, അല്ലേ? ഡിഫറെൻറ്റ് ഓർഗനിസം ഡിഫറെൻറ്റ് ആൻസസ്റ്റർ ഇവോൾവ് ചെയ്തിട്ട് ഒരേ സ്ഥലത്തേക്ക് വരുന്നു, ഒരേ ഹാബിറ്റാറ്റിലേക്ക്, ആൻഡ് ലീഡ് സിമിലർ വേ ഓഫ് ലൈഫ്, എന്നിട്ട് ഒരേ വേ ഓഫ് ലൈഫ് ലീഡ് ചെയ്യുന്നു, അല്ലേ? അതാണ് കൺവേർജൻ്റ് എവല്യൂഷൻ. അങ്ങനെ ഒരേ വേ ഓഫ് ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ദർ ഓർഗൻസ് പെർഫോം സിമിലർ ഫംഗ്ഷൻ. നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്, എന്തെന്നാ? വെൻ മോർ ദാൻ one adaptive radiation appeared to have occurred in an isolated geography represent different habitat results convergent evolution, അല്ലേ? ഒരു ഗിവൻ ജിയോഗ്രഫിയിൽ ഒന്നിലധികം അഡാപ്റ്റ് റേഡിയേഷൻ, ഞാനത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണെന്ന് ഞാൻ ഇപ്പോൾ വരച്ചിരുന്നില്ല കേട്ടോ. നോക്ക്, അപ്പോൾ തൻ്റെ ഒരു ഗിവൻ ജിയോഗ്രഫിയിൽ ഒന്നിലധികം അഡാപ്റ്റ് റേഡിയേഷൻ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലേക്ക് നടക്കും. ഓരോ ഹാബിറ്റാറ്റിനെ സംബന്ധിച്ചും അതെന്തായി മാറും? കൺവേർജൻ്റ് എവല്യൂഷനായി മാറും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത് പ്ലാസൻ്റൽ ആൻഡ് മാർസുപ്പിൾ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, അല്ലേ? ഇപ്പം നമ്മളതിൻ്റെ പ്ലാസൻ്റൽ മാമലായിട്ടുള്ള പ്ലാസൻ്റൽ മാമലാണ് ഇത്, മോൾ, അല്ലേ? മോൾ ഒരു ഇൻസെക്ടുവറസ് അനിമലാണ്, മണ്ണിനടിയിൽ ലൈഫ് ലീഡ് ചെയ്യും. അവിടേക്ക് എത്തിച്ചേരുന്ന മറ്റൊരു മാർസുപ്പിൽ മോളുണ്ട്, ഉണ്ടോ? മാർസുപ്പിൽ മോൾ അത് വേറൊരു അനിമലാണ്. പ്ലാസൻ്റൽ മോളും പിന്നെ ഏതാ മാർസുപ്പിൽ മോളും, ഇത് രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് ആൻസസ്ട്രിയിൽ നിന്ന് ഇവോൾവ് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ബോത്ത് ഓഫ് ദം ആർ കെയിം ഇൻ ടു എ കോമൺ ഹാബിറ്റാറ്റ്. രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് വന്ന് ഒരേ വേ ഓഫ് ലൈഫ് ലീഡ് ചെയ്യും. അപ്പോൾ അതെന്തായി? കൺവേർജൻ്റ് എവല്യൂഷനായി, അല്ലേ? അതുപോലെ നമ്മൾ മറ്റൊന്ന് പഠിച്ചായിരുന്നു ആൻറ്റീറ്റർ, അല്ലേ? ആൻറ്റീറ്റർ ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ഏതാ? നുംബാറ്റ് അഥവാ ബാൻഡഡ് ആൻറ്റീറ്റർ, അല്ലേ? ആൻറ്റീറ്റർ നുംബാറ്റുമായിട്ട്, ആൻറ്റീറ്റർ ഒരു പ്ലാസൻ്റൽ മാമലാണ്, നുംബാറ്റ് ഒരു മാർസുപ്പിൾ മാമലാണ്. രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് ആൻസസ്റ്റർ ഇൻവോൾവ് ആയി, പക്ഷേ കെയിം ഇൻ ടു എ കോമൺ ഹാബിറ്റാറ്റ് ആൻഡ് ലീഡ് സിമിലർ വേ ഓഫ് ലൈഫ്. അതായിരുന്നു ഏതാ നമ്മൾ പഠിക്കുന്ന കൺവേർജൻ്റ് എവല്യൂഷൻ, അല്ലേ? അതുപോലെ മറ്റൊന്ന് പഠിച്ചായിരുന്നല്ലോ മൗസ്, മാർസുപ്പിൽ മൗസ്, മൗസ് ഷെയർഡ് സിമിലാരിറ്റീസ് വിത്ത് മാർസൂപ്പിയൽ മൗസ്, അല്ലേ? അതുമായിട്ട് സിമിലാരിറ്റി കാണിച്ചു, അതും ഒരു കൺവേർജൻ്റ് എവല്യൂഷനാണ്. നിങ്ങളുടെ NCERT ഡയഗ്രാം ഓർക്കണം കേട്ടോ. നമുക്ക് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ വരത്തില്ല ഒരിക്കലും. നീറ്റിന് ഇതേവരെ ഒരൊറ്റ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല സുവോളജിയിൽ നിന്ന് കേട്ടോ. കൂടുതലും അല്ലാതുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ഷേ ഡയഗ്രാം മനസ്സിലാക്കണം, അത് ഇമ്പോർട്ടൻ്റാണ്. ഡയഗ്രാം എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കണം, എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. യെസ്, ഇവിടെ നല്ല മൗസ് അത് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് മാർസൂപ്പിയൽ മൗസ്, അപ്പോൾ അതൊരു കൺവേർജൻ്റ് എവല്യൂഷനായി, അല്ലേ? അതുപോലെ മറ്റൊന്ന് പഠിച്ചായിരുന്ന ലിമർ ഒരു മാർസൂപ്പിയൽ പ്ലാസൻ്റൽ മാമലാണ്, അർബോറിയൽ അനിമലാണ്. ലിമർ ഷെയർഡ് സിമിലാരിറ്റീസ് വിത്ത്
ഏതാ സ്പോട്ടഡ് കസ്കസ് ഉണ്ടോ? ലിമർ ആരുമായിട്ടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്? സ്പോട്ടഡ് കസ്കസ് അതുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നു ഉണ്ടോ? അത് മറ്റൊരു വെൽ നോൺ എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ടല്ലോ, ആരാ? വുൾഫ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ടാസ്മാനിയൻ വുൾഫ് അല്ലേ? അതുപോലെ ബോബ് ക്യാറ്റ് അതൊരു പ്ലാസെന്റൽ മാമലാണ്. ബോബ് ക്യാറ്റ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് അല്ലേ? ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? കൺവേർജൻ്റ് എവല്യൂഷനാണ് അല്ലേ? പക്ഷേ ഇതൊരിക്കലും കോമൺ ആൻസെസ്റ്ററി പ്രൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതായിരുന്നു മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ ഓർഗൻസ്. അത് ഏറ്റവും പ്രധാനം പറഞ്ഞത്. പിന്നെ വെസ്റ്റിജിയൽ ഓർഗൻസ് ഉണ്ട്, അറ്റാവശ്യമൊക്കെ ഉണ്ട്. അറ്റാവശ്യം നമുക്കൊന്നും വേണ്ട. വെസ്റ്റിജിയൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ആൻസെസ്റ്ററെല്ലാം നമുക്കും ഉണ്ട്, പക്ഷേ നമ്മുടെ ബോഡിയിൽ അത് യാതൊരു ഫംഗ്ഷനും ഇല്ല. പക്ഷേ നമുക്കത് പ്രസൻ്റ് ആണ്. ആ പ്രസൻസ് കൺവിൻസ് ചെയ്യുന്നത് ആൻസെസ്റ്റർ നമ്മളുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പ്രീവിയസ്ലി ബോത്ത് ഓഫ് ദം ആർ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. അതാണ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതാണ് ഇവിടെ കണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ 2022 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് മാച്ച് റിഗാർഡിംഗ് അഡാപ്റ്റേഷൻ ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് കറസ്പോണ്ടിങ് ടു പ്ലാസെന്റൽ മാമൽ ഉണ്ടോ? അതായത് റിഗാർഡിംഗ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് ഓസ്ട്രേലിയൻ മാമൽസ്. മാർസുപ്പിയൽ മാമൽസ് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് ഓസ്ട്രേലിയയിൽ തന്നെ വേറെ വേറെ സ്ഥലത്തേക്ക് ചെന്നു. പക്ഷെ അവർ ചെന്നുവിട്ട സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നു? പ്ലാസെന്റൽ മാമലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്ത് കാണിക്കും? കൺവേർജൻ്റ് എവല്യൂഷൻ കാണിക്കും. അപ്പോൾ അതിനകത്ത് ഇവിടെ കറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടോ? നുംബാറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പ്ലാസെന്റൽ മാമലാണ്. ഇറ്റ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് നുംബാറ്റ് ഒരു മാർസുപ്പിയൽ മാമലാണ്. ഇറ്റ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ഫ്ലൈയിങ് സ്ക്വിരൽ ആണോ? അല്ല. നുംബാറ്റ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ഏതാ? ആൻറ്റീറ്ററുമായിട്ട്. നുംബാറ്റ് എന്ന് വെച്ചാൽ ബാൻഡഡ് ആൻറ്റീറ്ററാണ്. അത് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ആൻറ്റീറ്റർ ഓർ പാങ്കോലിൻ അല്ലേ? പാങ്കോലിനുമായിട്ടാണ്. പിന്നെ ടാസ്മാനിയൻ വുൾഫ് അത് സിമിലാരിറ്റി കാണിക്കുന്നത് ബോബ് ക്യാറ്റുമായിട്ടല്ല, പിന്നെ ആരാ? വുൾഫുമായിട്ടാണ് അല്ലേ? അപ്പോൾ അതും അവിടെ പോയി. അടുത്തത് മാർസുപ്പിയൽ മൗസ് അത് സിമിലാരിറ്റി കാണിക്കുന്നത് ആരുമായിട്ടാ? മൗസുമായിട്ടാണ്, മോളുമായിട്ടല്ല അല്ലേ? അതും പോയി. അടുത്ത സ്പോട്ടഡ് കസ്കസ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ലിമർ. ഞാൻ കണ്ട് ഇവിടെ വരച്ചല്ലോ അല്ലേ? ഇവിടെ നമ്മൾ എഴുതിയായിരുന്നു കണ്ട് ലിമർ ഷെയർ സിമിലാരിറ്റീസ് വിത്ത് സ്പോട്ടഡ് കസ്കസ്. അപ്പോൾ നമുക്ക് കണ്ടേ ഇത് കറക്റ്റായി അല്ലേ? ഏതായിരുന്നു നമ്മൾ പറയുന്ന നണ്ടേ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ ചെയ്തെടുക്കാം നമുക്ക് ഓപ്ഷൻ 4 ഉണ്ടോ? 4th ഓപ്ഷൻ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇത് വെച്ചാൽ നമുക്ക് 2022 നീറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. 2022 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇത് 23 2023 ഇതുമായിട്ട് ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ വന്നു. ഇതിനു മുമ്പ് 2018 2019 ഹോമോലോഗസ് ഓർഗൻസിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൂടെ കൊടുത്ത് തന്നെ പോകണം, എന്നാലും നമുക്ക് കൃത്യമായിട്ട് മാർക്കെല്ലാം വാങ്ങിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ 2023 ഒരേ ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബ്രില്യൻറ്റിൽ പരീക്ഷ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇവിടെ ഞാനിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇതേ പാറ്റേൺ അല്ല, പക്ഷേ എങ്കിലും ഇവിടുത്തെ ആനിമലിൻ്റെ പേരൊക്കെ ഞാൻ മാറ്റിയിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ അത് തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഒറിജിനൽ നീറ്റ് വന്നപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വരികയുണ്ടായി കേട്ടോ. നമുക്ക് ഇതാണ്ട് സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓർ സെറ്റ് ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് എക്സിബിറ്റിംഗ് അഡാപ്റ്റേഷൻ. കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് അവർ എന്താ അഡാപ്റ്റേഷൻ കാണിക്കുന്ന കറക്റ്റ് സെറ്റ് ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് അതാണ് പറയേണ്ടത്. ടാസ്മാനിയൻ വുൾഫ് അത് ഓസ്ട്രേലിയൻ മാർസുപ്പിയലാണ്. ബോബ് ക്യാറ്റ് അത് ഒരു പ്ലാസെന്റൽ മാമല. അപ്പോൾ അത് അഡാപ്റ്റേഷനോട് പറയാൻ പറ്റുമോ? ഇല്ല. മാർസുപ്പിയൽ മോൾ ഓക്കെ, പക്ഷേ ഇത് തെറ്റിപ്പോയി. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം അല്ലേ? അടുത്തത് നുംബാറ്റ് ബാൻഡഡ് ആൻറ്റീറ്റർ അത് മാർസുപ്പിയൽ മാമലാണ്. അതുപോലെ സ്പോട്ടഡ് കസ്കസ് മാർസുപ്പിയൽ മാമലാണ്. ഫ്ലൈയിങ് ഫിലാഞ്ചർ അതും മാർസുപ്പിയൽ മാമലാണ്. അത് കറക്റ്റായി. അടുത്തത് ഏതാ? മോൾ ഷെയറിങ് സിമിലാരിറ്റീസ് വിത്ത് ഫ്ലൈയിങ് സ്ക്വിരൽ. അങ്ങനെ വരുമോ? ഇല്ല. മാത്രമല്ല മോൾ ഒരു പ്ലാസെന്റൽ മാമലാണ്. ഫ്ലൈയിങ് സ്ക്വിരൽ പ്ലാസെന്റൽ മാമലാണ്. ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് മാർസുപ്പിയലാണ്. ഇവിടെ മാർസുപ്പിയൽ മാമൽസിൻ്റെ അഡാപ്റ്റേഷൻ കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസിന് എക്സാമ്പിളാണ് ചോദിച്ചത്. അടുത്തത് ലിമർ അത് പ്ലാസെന്റൽ മാമലാണ്. ആൻറ്റീറ്ററും പ്ലാസ് മാമല ഇതെല്ലാം പ്ലാസെന്റൽ മാമല. ഇവിടെ ചോദിച്ച ക്വസ്റ്റൻ ഏതാ? ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് എക്സിബിറ്റിംഗ് അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ നമുക്ക് താണ്ടേ നുംബാറ്റ്, സ്പോട്ടഡ് കസ്കസ്, അതേപോലെ തന്നെ ആരാണ്? പിന്നെ ഫ്ലൈയിങ് ഫിലാഞ്ചർ അല്ലേ? ഇതൊക്കെ അഡാപ്റ്റേഷന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടി ഓപ്ഷൻ 2 ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ തനിയെ നമ്മൾ ബ്രില്യൻറ്റിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം നിങ്ങൾ മസ്റ്റായിട്ടും മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്ത് പോവുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് സൂക്ഷിച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് മനസ്സിലാ ക്വസ്റ്റ്യൻ പതിഞ്ഞിരിക്കും. അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ നീറ്റിന് വരാൻ പോകുന്നത്. ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി അത് ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ, യെസ്. അപ്പോൾ ഇത് നമ്മൾ ആ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസിനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയാണ് അവിടെ. പിന്നെ നമുക്ക് പാലിയന്റോളജിക്കൽ എവിഡൻസ് ആണ്. അഞ്ചാമത്തെ എവിഡൻസ് ആണ് നമ്മൾ പറയുന്നത്. ഏതാ? പാലിയന്റോളജിക്കൽ എവിഡൻസസ്. പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഫോസിലിനെ ബേസ് ചെയ്തുള്ള എവിഡൻസാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണെന്ന് അറിയൂ? നമ്മൾ ആ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ. അതിനെ സംബന്ധിച്ച് അവിടെ കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന നമ്മുടെ എർത്ത് ഒറിജിൻ ചെയ്ത അന്നു മുതൽ ഇന്ന് വരെയുള്ള ലോങ് ടൈം ഡ്യൂറേഷനിൽ ഇവിടെ ഇവോൾവ് ആയതും ഡോമിനേറ്റ് ആയതും എക്സ്റ്റെൻഡ് ചെയ്തതുമായ ഗ്രൂപ്പ് ഓഫ് ഓർഗനിസത്തിനെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി തയ്യാറാക്കിയിരിക്കുന്നത്, ബയോളജിക്കൽ ഹിസ്റ്ററി തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ. അപ്പോൾ അവിടെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗനിസത്തിൻ്റെ ഒറിജിനെക്കുറിച്ചും അതുമായിട്ട് റിലേറ്റഡുള്ള വർഷങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നുണ്ട് ഏതാണ്ട് 500 millions of years മുമ്പ് ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലേ, ഇൻവെർട്ടിബ്രേറ്റ്സ് വെയർ ഫോംഡ് ആൻഡ് ആക്റ്റീവ്. ഉണ്ടോ? ഫോംഡ് ആൻഡ് ആക്റ്റീവ്. 500 millions of years മുമ്പ് ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ ഫോം ചെയ്തു, എന്നൊരു മോർ ആക്റ്റീവായി മാറി അല്ലേ. പിന്നെ ഒരു 350 million years മുമ്പ് 350 million years മുമ്പ് ജോലസ് ഫിഷസ് ഇവോൾവ്ഡ് അല്ലേ. ജോലസ് ഫിഷസ് പ്രോബ്ലി ഇവോൾവ്ഡ് അറൗണ്ട് 350 million years ago. 350 million years മുമ്പ് ജോലസ് ഫിഷസ്, നമ്മൾ ഇന്നത്തെ സൈക്ലോസ്റ്റോംസ് പോലെയുള്ള ജോലസ് ഫിഷസ് അവിടെ പ്രോബ്ലി ഇവോൾവ് ആയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഏതാണ്ട് 320, ഞാൻ ആ വർഷങ്ങൾ മാത്രമാണ് എടുത്തു പറയുന്നത് കേട്ടോ, നിങ്ങളത് നന്നായിട്ട് പഠിച്ചോളൂ. 320 million years മുമ്പ് അവിടെ എന്താ certain seaweeds അല്ലേ, certain seaweeds and few plants existed അല്ലേ, few plants existed during this time period. ഏതാ? 320 million years മുമ്പ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു 350 million years ago certain fish with strong and stout fins could move on land and went back into water. That fishes were considered as the lobe fins അല്ലേ. ലോബ് ഫിൻസ് എന്ന് പറയുന്ന ഫിഷസ് അഥവാ സീലാകാന്ത് ഫിഷസ് അവിടെ ഇവോൾവ് ആയി അല്ലേ. These coelacanth fishes were considered as the ancestors of modern day frogs and salamander അല്ലേ. ഇന്നത്തെ ഫ്രോഗുകളുടെയും സലമാൻഡറിൻ്റെയും ആൻസസ്റ്ററാണ് ആര് വിശേഷിപ്പിക്കുന്നത്? ലോബ് ഫിൻസിനെ വിശേഷിപ്പിക്കുന്നത്. അത് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് പൂർണ്ണമായിട്ടും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി നമ്മുടെ വേൾഡിൽ നിന്ന് എന്നായിരുന്നു. എന്നാൽ ഇൻ 1938 അല്ലേ, 1938 ഈ സീലാകാന്ത് ഫിഷിനെ ഒരെണ്ണത്തിന് കണ്ടുപിടിക്കുകയുണ്ടായി. ദറ്റ് ഈസ് നെയിംഡ് ആസ് ലാറ്റിമേരിയ അല്ലേ. സൗത്ത് ആഫ്രിക്കൻ എസ്റ്റുറിൽ നിന്ന് കണ്ടെത്തിയാണ് ആരാ? ലാറ്റിമേരിയ. ഇറ്റ് ഈസ് നോ കൺസിഡേർഡ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഫിഷസ് ടു ആംഫീബിയ. ഫിഷസിന് ആംഫീബിയായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ട് ലിങ്ക് ആയിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറയുന്നത് ഏതായിരുന്നു? ഈ 350 കാര്യം പറഞ്ഞു. പിന്നെ ഇവർ ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഡേ ഫ്രോക്സ് ആൻഡ് സലമാൻഡറായിട്ട് സീലാക്കാന്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ആംഫിബിയൻസ് അവിടെ ഇവോൾവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ആംഫിബിയൻസിൽ നിന്ന് റെപ്റ്റൈൽസ് ഇവോൾവ് ആയി. അതിന് കാരണം ഈ റെപ്റ്റീലിയൻസ് പൂർണ്ണമായിട്ട് ലാൻഡ് അഡാപ്റ്റീവ് ആണല്ലോ. അവർ ലാൻഡിൽ അഡാപ്റ്റീവ് ആകുവാൻ വേണ്ടി ദേ ആർ ലേയിങ് ക്ലീഡോയിക് എഗ്സ് അല്ലേ, ഷെൽഡ് എഗ് ലേ ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെപ്റ്റൈൽസിൻ്റെ എവല്യൂഷന് കാരണമായി മാറിയത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആ റെപ്റ്റൈൽസിൻ്റെ ഡിസൻഡൻസിനെ കാണുന്നു, ടേർട്ടിൽസ്, ടോർട്ടോയ്സ്, അങ്ങനെയുള്ള ആൾക്കാർ, ക്രോക്കഡൈൽസ് അല്ലേ. പിന്നെ നമ്മുടെ NCERT സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇൻ ദ നെക്സ്റ്റ് 200 million years ഓർ സോ അല്ലേ, ഏതാണ്ട് 200 million years അടുത്ത ഒരു 200 million years മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിൽ റെപ്റ്റൈൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഡോമിനേറ്റഡ് അല്ലേ. പല സൈസിൽ ഷേപ്പിലുള്ള റെപ്റ്റൈൽസ് അവിടെ ഡോമിനേറ്റഡ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ പെർമിയൻ പീരീഡ്, ട്രയാസിക് പീരീഡ്, ജുറാസിക് പീരീഡ്, ക്രെറ്റേഷ്യസ് പീരീഡ് ആണ്. നമ്മൾ കാർബോണിഫറസ് പീരീഡ് നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത 200 million years കാലഘട്ടങ്ങളിൽ പല സൈസിലും ഷേപ്പിലുള്ള റെപ്റ്റൈൽസ് അവിടെ ഡോമിനേറ്റഡ് ആയിരുന്നു. അതാണ് നമ്മൾ മീസോസോയിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഡൈനോസേഴ്സ് അവിടെ ഡോമിനേറ്റഡ് ആയിരുന്നു അല്ലേ. പിന്നെ നമ്മളവിടെ ഈ ഡൈനോസർ ഇവോൾവ് ചെയ്തപ്പോൾ ചില സ്മോൾ സൈസ് റെപ്റ്റൈൽസ് വെൻ ബാക്ക് ഇൻ ടു വാട്ടർ ആൻഡ് ഇവോൾവ് ഇൻ ടു ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ്. ആ ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവായിരുന്നു? ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് they were called, അവർ 200 million years മുമ്പാണ് ഇവോൾവ് ചെയ്തത്. they were called ഇക്തിയോസോർസ് അല്ലേ, ഇക്തിയോസോർസ്. അവർ അവിടെ ഇവോൾവ് ആയി 200 million years മുമ്പ് അല്ലേ. എന്നിട്ട് ഇത് ഈ കാർബോണിഫറസ് പീരീഡ് അവസാനിക്കാറായപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? കുറേ ജയൻറ്റ് ഫേൺസ് അല്ലേ, ജയൻറ്റ് ഫേൺസ് അഥവാ ടെറിഡോഫൈറ്റ്സ്, ജയൻറ്റ് ഫേൺസ് ഓർ ടെറിഡോഫൈറ്റ്സ് അവരവിടെ ഇനോർമസ് ലെവൽ ഉണ്ടായിരുന്നു.
പക്ഷേ ഈ കാർബോണിഫറസ് പീരീഡ് അവസാനിക്കാറായപ്പോൾ ദ ടെറോഫൈറ്റ്സ് ആർ ഫെൽറ്റ് ടു ഫോം കോൾ ഡിപ്പോസിറ്റ്സ് ഉണ്ടോ. അതാണ് പിന്നീട് എന്തായി കൽക്കരി ഖനികളായി മാറി അല്ലേ, കോൾ ഡിപ്പോസിറ്റ്സ് ആയി മാറി. അങ്ങനെ ആ കോൾബെഡ് ഫോർമേഷൻ ബിഗിൻ ചെയ്തത് കാർബോണിഫറസ് പീരീഡ് എൻ്റെ ആയപ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പീരീഡിനെ കാർബോണിഫറസ് പീരീഡ് എന്ന് പേരിട്ട് വിളിക്കുന്നത് തന്നെ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഏതാണ്ട് 65 മില്യൺ ഇയേഴ്സ് മുമ്പ് അല്ലേ, 65 മില്യൺ ഇയേഴ്സ് അഗോ ഡൈനോസോഴ്സ് സഡൻലി ഡിസപ്പിയേർഡ് ഫ്രം അവർ എർത്ത് അല്ലേ. ഡൈനോസോഴ്സ് നമ്മുടെ എർത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ചെയ്തു അല്ലേ, എന്നാ 65 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ്. അതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് ഇപ്പോഴും പലർക്കും ഐഡിയ ഇല്ല. ചിലർ പറയുന്നത് ഏതാ ആസ്ട്രോയിഡ്സോ കോമറ്റ്സോ ഒക്കെ വന്ന് വീണിട്ട് നശിച്ചുപോയെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നത് അങ്ങനെയല്ല, എർത്ത് മറ്റേതോ പ്ലാന്റുമായിട്ട് കൂട്ടിയിടിച്ച് നശിച്ചുപോയെന്ന് പറയുന്നു അല്ലേ. ഇതൊന്നും കൃത്യമായിട്ട് ഇല്ല. പിന്നെ നമ്മുടെ NCERT-ക്കകത്ത് 2 പോയിന്റ്സ് പറഞ്ഞായിരുന്നു അവരുടെ മേജർ റെസ്ട്രിക്ഷൻ കാരണം. ഏതൊക്കെയാ? ക്ലൈമറ്റിക് ചേഞ്ചസ് ഒന്ന് അല്ലേ, ക്ലൈമറ്റിക് ചേഞ്ചസ് കിൽഡ് ദം എന്ന് പറയുന്നുണ്ട്. ക്ലൈമറ്റിക് ചേഞ്ചസ് ഇതൊക്കെ ചില പാലിയോntologists പറയുന്നതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദം ആർ ഇവോൾവ്ഡ് ഇൻ ടു ബേർഡ്സ് അല്ലേ, മോസ്റ്റ് ഓഫ് ദം ഇവോൾവ്ഡ് ഇൻ ടു ബേർഡ്സ്. അവർ ആരായി മാറി? ബേർഡ്സ് ആയി മാറി അല്ലേ. ഇതൊക്കെയാണ് അവിടുത്തെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്തായാലും അതിൻ്റെ ട്രൂത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എങ്കിലും ഈ ഡൈനോസർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ സ്മോൾ സൈസ്ഡ് റെപ്റ്റൈൽസ് ഇപ്പോഴും ഇവിടെ ലിവിങ്ങാണ്. ഡൈനോസറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില സ്മോൾ സൈസ്ഡ് റെപ്റ്റൈൽസ് ഇപ്പോഴും ഇവിടെ ലിവിങ് ആണ്. അതാരായിരുന്നേ? നമ്മൾ പഠിച്ചല്ലോ, ടേർട്ടിൽസ് അല്ലേ, നമ്മൾ പറയുന്ന ടേർട്ടിൽസ്, ലിസാർഡ്സ്, ട്യുവറ്റാരാസ്, ക്രോക്കഡൈൽസ് അല്ലേ, ഇവരൊക്കെ ഇപ്പോഴും ഇവിടെ പ്രസൻ്റ് ആണ്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പറ. ഒന്നും ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഏതായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ യെസ് നമ്മൾ പറയുന്നത് ഏതായിരുന്നു ഈ ഡൈനോസറിൻ്റെ എക്സ്റ്റിങ്ഷൻ, അതിനെക്കുറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളോടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏറ്റവും ആദ്യമായിട്ടുണ്ടായ മാമൽ ഷ്രിയു ലൈക്ക് മാമലാണ് അല്ലേ. ഫസ്റ്റ് മാമൽ ഇവോൾവ്ഡ് ദേ വെർ സ്മോൾ സൈസ്ഡ് ലൈക്ക് ദാറ്റ് ഓഫ് ഷ്രിയു ലൈക്ക് മാമൽ. അവരിൽ നിന്നാണ് പിന്നീട് ബാക്കിയുള്ള മാമൽസ് പയ്യെ ഇവോൾവ് ചെയ്തത്. ഓക്കെ, പക്ഷേ എന്ന് കരുതി ഇന്നുള്ള എല്ലാ മോഡേൺ പ്ലാസെന്റൽ മാമൽസും ആ ഷ്രിയുവിൽ നിന്നാണ് ഇവോൾവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് ഷ്രിയുവിൽ നിന്ന് ഇന്നുള്ള എല്ലാ പ്ലാസെന്റൽ മാമൽസും ഇവോൾവ് ആവുമോ? ഇല്ല, അപ്പോൾ തെറ്റാണ്. പക്ഷേ എങ്കിലും ഷ്യൂ ആണ് ആദ്യത്തെ മാമലായിട്ട് നമ്മൾ പറയുന്നത്. ഷ്യൂസ് ആർ ഇവോൾവ് ഫ്രം തെറാപ്സിഡ്സ്. പിന്നെ ഈ പാലിയോntological ലെവൻസിനകത്ത് നമുക്കതിൽ പഠിക്കാനൊരു പാടുള്ളൊരു ഭാഗമാണ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ദി വേർട്ടിബ്രേറ്റ്സ് ത്രൂ ജിയോളജിക്കൽ പീരീഡ്സ് അല്ല, ജിയോളജിക്കൽ പീരീഡ്സിലൂടെയുള്ള ഡിഫറൻറ്റ് വേർട്ടിബ്രേറ്റ്സിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി. പക്ഷെ നമുക്കത് ഇതേവരെ പ്രീവിയസ് ഇയർ NEET എൻട്രൻസ് എക്സാമിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഒന്ന് വായിച്ച് വെച്ചേക്ക്, ചിലപ്പോൾ അത് വന്നാലോ. കാരണം ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ ഇത് വായിക്കാതെ പോയിട്ട് അവസാനം നിങ്ങൾ പറയും സാറ് പറഞ്ഞത് പഠിക്കേണ്ടതെന്ന് അല്ലേ. നമുക്ക് എളുപ്പമാണ് തരാം. നമുക്കൊരു കാര്യത്തിനെ കുറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ അങ്ങനെ പറയും. അതുകൊണ്ട് എന്തായാലും അത് മനസ്സിലാക്കി വെച്ചേക്ക്. നമ്മൾ ക്ലാസ് അതെല്ലാം എടുത്തിട്ടുണ്ട്, ഞാനതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഏതായിരുന്നു എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ത്രൂ ജിയോളജിക്കൽ പീരീഡ്സ്, അതും ഇമ്പോർട്ടൻ്റാണ്. ഇത്രയുമായിരുന്നു എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ നമ്മൾ പഠിക്കുകയുണ്ടായത്. പിന്നെ നമ്മൾ പോയത് തിയറീസ് ഓഫ് എവല്യൂഷൻ. തിയറീസ് ഓഫ് എവല്യൂഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുകയുണ്ടായത് ആരാ? പിന്നെ ലാമാർക്കിസം അല്ലേ. ലാമാർക്കിസം തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ചില ഓർഗൻസ് മാറിയ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ചും ഇൻറ്റേർണൽ വൈറ്റൽ ഫോഴ്സിനനുസരിച്ചും ന്യൂ നീഡ്സിനനുസരിച്ചും നിലനിൽക്കാൻ വേണ്ടി ഓർഗാനിസംസ് ചില ഓർഗൻസ് ഓവറായിട്ടങ്ങ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒട്ടും യൂസ് ചെയ്യാതിരിക്കും. ആ ഓവർ യൂസ് അഥവാ ഡിസ്യൂസിലൂടെ ഗ്രാജുവലി ചേഞ്ചസ് വരും. എന്നുവെച്ചാൽ ഏത് ഓർഗനാണോ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് കൂടി അവസാനം അതൊരു പുതിയ സ്പീഷീസായി മാറും. അല്ലെങ്കിൽ ഏത് ഓർഗനാണോ ഒട്ടും ഉപയോഗിക്കാതിരിക്കുന്നത് അതിൻ്റെ ആ ഡിസ്യൂസിലൂടെ പയ്യെ അതിൻ്റെ ലെങ്ത് കുറഞ്ഞ് സൈസ് കുറഞ്ഞ് അതങ്ങ് ഡിസപ്പിയർ ചെയ്യും. ദിസ് ഓൾസോ റിസൾട്ട്സ് ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് കാണപ്പെടുന്ന വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഇവിടെ ഇവോൾവ് ആയത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ലാമാർക്ക് പറഞ്ഞത്. അതിന് എക്സാമ്പിളായിട്ടാണ് ഇലോങ്ങേഷൻ ഓഫ് ദി നെക്ക് ആൻഡ് ഫോർ ലിംബ് ഇൻ ജിറാഫ് നമ്മൾ പഠിക്കുകയുണ്ടായത് അല്ലേ. പക്ഷേ അതൊന്നും നമ്മൾ അക്സെപ്റ്റബിൾ അല്ല അല്ലേ. ആരും ഈ ഒരു കൺജക്ചർ, ഈ ഒരു ഐഡിയ ആരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാത്രമല്ല ഈ ലാമാർക്കിസം എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തായിരുന്നു. ഓഗസ്റ്റ് വിസ്പാൻ ടെയിൽ കട്ടിംഗ് എക്സ്പെരിമെൻറ്റ് ഇൻ മൈസ് എന്നാൽ അതിലൂടെ ജേം പ്ലാസം തിയറി അദ്ദേഹം അവതരിപ്പിച്ചു അല്ലേ. പിന്നെ നമ്മൾ പോയത് ഡാർവിനിസമാണ്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ അത് ഡാർവിൻ HMS ബേഗൽ എന്ന കപ്പലിൽ വേൾഡിൻ്റെ പല ഭാഗത്തും ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് അല്ലേ. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഏതായിരുന്നു? ഡാർവിനിയൻ കൺസെപ്റ്റ് ചെയ്ത 2 കീ കൺസെപ്റ്റ്സിലൂടെയാണ് ഡാർവിൻ ആ തിയറി അവതരിപ്പിച്ചത്: ബ്രാഞ്ചിങ്, ഡിസെൻറ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ.
അല്ലേ? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ബൈ വിച്ച് സെലക്ഷൻ ഓഫ് മോർ ഫിറ്റഡ് ഇൻഡിവിജ്വൽസ് ഫ്രം എ മിക്സ്ഡ് പോപ്പുലേഷൻ എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അവിടെ ഫിറ്റഡ് ഇൻഡിവിജ്വൽസ് പറയുമ്പോഴേക്കും ഫിറ്റ്നസ് ഉള്ളവർ, മാറിയ കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്യാൻ എബിലിറ്റി, അവരെ നേച്ചർ സെലക്ട് ചെയ്യുന്നു, ഇല്ലാത്തവരെ കളയുന്നു. അതാണ് നാച്ചുറൽ സെലക്ഷൻ, അല്ലേ? അപ്പം ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ട് ഓഫ് ദി എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു അഡാപ്റ്റ് ആൻഡ് ഗെറ്റ് സെലക്റ്റഡ് ബൈ നേച്ചർ, അല്ലേ? ഡാർവിൻ ആ ഫിറ്റ്നസിന് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് വിളിക്കുകയുണ്ടായി. അങ്ങനെ ആ റീപ്രൊഡക്റ്റീവ്നെസ് ഉള്ള ആൾക്കാർ നിലനിൽക്കുന്നു, എന്നിട്ട് ഇനോർമസ്ലി റീപ്രൊഡ്യൂസ് പോകും. അങ്ങനെ പോയി കുറേ കഴിയുമ്പോൾ റിസൾട്ട്സ് ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. സോ നാച്ചുറൽ സെലക്ഷൻ വിൽ ബി ഇംപ്ലൈഡ് ആസ് ദ മെക്കാനിസം ഓഫ് എവല്യൂഷൻ, അങ്ങനെ പറഞ്ഞത്, അല്ലേ? പിന്നെ ഡാർവിൻ ആ തിയറിയെ പ്രസൻറ്റ് ചെയ്തത് 7 ഡിഫറെൻറ്റ് പോസ്റ്റുലേഷൻസാണ്. ഓവർ പ്രൊഡക്ഷൻ, അതിൻ്റെ കറക്റ്റ് ഓർഡർ പഠിച്ചോണം കേട്ടോ. ഓവർ പ്രൊഡക്ഷൻ, ലിമിറ്റേഷൻ ഓഫ് ഫുഡ് ആൻഡ് സ്പേസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻ അഥവാ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. പിന്നെ വേരിയേഷൻസ്, അതും സ്മോൾ, സ്ലോ, ഗ്രാജുവൽ ഓർ കണ്ടിന്യൂസ് വേരിയേഷൻ. ഡാർവിൻ പറഞ്ഞ വേരിയേഷൻ വളരെ സ്മോളാണ്, സ്ലോ ആണ്, ഗ്രാജുവൽ ആണ്, കണ്ടിന്യൂസ് ആണ്, ഡയറക്ഷണലാണ്, അല്ലേ? അതാണ് വേരിയേഷൻ. അങ്ങനെ സ്മോൾ സ്ലോ വേരിയേഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർ നിലനിൽക്കുന്നു, ഇല്ലാത്തവരെ എലിമിനേറ്റ് ആവുന്നു. അതാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അപ്പം നേച്ചർ അവിടെ സെലക്ട് ചെയ്തു, ഇല്ലാത്തവരെ കളഞ്ഞു, നാച്ചുറൽ സെലക്ഷനായി. നിലനിന്ന് കഴിഞ്ഞാൽ അവർ ഇനോർമസ്ലി റീപ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ്ഡ് ഓസ്പ്രിങ്സിലേക്ക് ഇവർ എന്ത് ചെയ്യും? നിലനിൽക്കാൻ വേണ്ടി അറ്റൈൻ ചെയ്ത വേരിയേഷൻസ് ഇൻഹെറിറ്റ് ചെയ്യും. ഇൻഹെറിറ്റൻസ് ഓഫ് വേരിയേഷൻ. അവസാനം ഏതാണ്? സ്പീസിയേഷൻ, അല്ലേ? ഒരു ന്യൂ സ്പീഷീസ് ഉണ്ടായി വരുമ്പോൾ അതാണ് എന്താ? സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സ്പീസിയേഷൻ അതൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതായിരുന്നു 7 പോസ്റ്റുലേഷൻ വഴിയാണ് നമ്മളിത് പറഞ്ഞു പോയത്. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടേക്കായിരുന്നു? ഇതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? എക്സാമ്പിൾ ഏതിന് എക്സാമ്പിളാ? ഈ പറയുന്ന ഡാർവിനിസത്തിന് എക്സാമ്പിൾ ഏതാ? ഇൻഡസ്ട്രിയൽ മെലാനിസം ഇൻ വിസ്റ്റേൺ ബെറ്റ്ലേരിയ, അല്ലേ? അത് 1850s ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നതിന് മുമ്പ് ആദ്യം കളക്ഷൻ നടത്തിയപ്പോൾ അവിടെ കൂടുതലുണ്ടായിരുന്നത് വൈറ്റ് വിംഗ്ഡ് മോത്താണ്. ഡാർക്ക് വിംഗ്ഡ് മോത്ത് രണ്ടും വളരെ കുറവായിരുന്നു, അല്ലേ? കാരണം ഈ ട്രീ ബാർക്ക് ഡാർക്കായി പോയി, ട്രീ ബാർക്ക് ബ്രൈറ്റസ്റ്റ് ആയി ലൈക്കൻസ് ഉള്ളതിനാൽ അപ്പം ആ ഡാർക്ക് വിംഗ്ഡ് മോത്തിനെ പ്രെഡേറ്ററി ബേർഡ്സിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ ഗീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് വിംഗ്ഡ് മോത്തിന് എണ്ണം കുറഞ്ഞു, പക്ഷേ വൈറ്റ് വിംഗ്ഡ് മോത്തിന് ഒത്തിരി കൂടി. കണ്ടീഷൻ അവർക്ക് അഡാപ്റ്റബിൾ ആയിരുന്നു. എന്നാൽ 1850s കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ആ മാറിയ കണ്ടീഷനിൽ എന്താ? ഈ വൈറ്റ് വിംഗ്ഡ് മോത്തിന് ലൈക്കൻസ് ഒക്കെ ഡിസപ്പിയർ ചെയ്തല്ലോ. അപ്പം ട്രീ ബാർക്ക് ഡാർക്കസ്റ്റ് ആയി. ആ ഡാർക്കസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വിംഗ്ഡ് മോത്തിന് ആർക്ക് കാണാൻ പറ്റിയില്ല? വൈറ്റ് വിംഗ്ഡ് മോത്തിന് ആര് കണ്ടുപിടിച്ചു? പ്രെഡേറ്റേഴ്സ്. എന്നിട്ട് അവർ ഈറ്റ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ എണ്ണം കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ആ മാറിയ കണ്ടീഷൻ അനുസരിച്ച് ആ വൈറ്റ് വിംഗ്ഡ് മോത്തിനകത്ത് ചില ആൾക്കാർ യൂസ്ഫുൾ വേരിയേഷൻ അറ്റൈൻ ചെയ്തു, അല്ലേ? പക്ഷേ നേരത്തെ എപ്പോഴോ മ്യൂട്ടേഷൻ മുഖേന കിട്ടിയ വേരിയേഷനാണ്. മ്യൂട്ടേഷൻ മുഖേന വേരിയേഷൻ കിട്ടിയായിരുന്നു നേരത്തെ, പക്ഷേ അന്നേരം അത് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അന്നേരം അവരെ സംബന്ധിച്ച് കണ്ടീഷൻ ഫേവറബിൾ ആയിരുന്നു. പക്ഷേ പിന്നീട് കണ്ടീഷൻ അൺഫേവറബിൾ ആയി. അന്നേരം ആ മ്യൂട്ടേഷൻ മുഖേന കിട്ടിയ വേരിയേഷൻ അവർ എക്സ്പ്രസ് ചെയ്തു. അതുകൊണ്ട് അവരവിടെ നിലനിന്നു. ഇല്ലാത്തവരെന്തായി പോയി? എലിമിനേറ്റ് ആയി. അതാണ് രണ്ടാമത്തെ തവണ കളക്ഷൻ നടത്തിയപ്പോൾ പുതിയൊരു വെറൈറ്റി അവിടെ കാണുകയുണ്ടായത്. മെലനൈസ്ഡ് മോത്തിനെ കാണുകയുള്ളത്. പണ്ടത്തെ ബ്ലാക്ക് വിംഗ്ഡ് മോത്ത് അല്ല ശരിക്കും അത്. അപ്പോൾ ഇൻസൈറ്റ് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ അതല്ല അതിൻ്റെ സത്യാവസ്ഥ. കാരണം നാച്ചുറൽ സെലക്ഷൻ ആയത്. അതുപോലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയാസ് ആൻഡ് DDT റെസിസ്റ്റന്റ് മൊസ്കിറ്റോസ്, അതും ആന്ത്രോപോജനിക് ആക്ഷനിലൂടെയുള്ള നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിളാണ്. ഇതൊക്കെ നമുക്ക് 2019 NEET എൻട്രൻസ് എക്സാമിൽ ചോദിച്ചായിരുന്നു. ഹ്യൂമൻ ആക്ഷൻ വഴിയുള്ള എവല്യൂഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചുകൊണ്ട് നല്ല ക്വസ്റ്റനായിരുന്നത്. അത് നമ്മുടെ ബ്രില്യൻ്റ് മെറ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എതിലേക്കായിരുന്നു പോയത്? പിന്നെ നമ്മുടെ സമയം പോവാണ്. നമ്മൾ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. വളരെ ഇമ്പോർട്ടൻ്റാണ്. ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ: ബാലൻസിങ്, സ്റ്റെബിലൈസിങ് ആൻഡ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ബാലൻസിങ് ഓർ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് പോപ്പുലേഷനകത്തുനിന്ന് 2 എക്സ്ട്രീംസിനെ എലിമിനേറ്റ് ചെയ്യും. ഹോമോസൈഗസ് ഡോമിനൻറ്റിനെയും ഹോമോസൈഗസ് റെസിഡുവിനെയും കളയും, നാച്ചുറൽ കണ്ടീഷൻ മാറ്റിയിട്ട്. എന്നിട്ട് ഹെട്രോസൈഗോഡ്സ്, അല്ലേ? ഹെട്രോസൈഗോഡ്സ് മീൻ ക്യാരക്ടർ വാല്യൂ ഉള്ള അവരെ മാത്രം സെലക്ട് ചെയ്യും. അതായിരുന്നു ബാലൻസിങ് സെലക്ഷൻ. അവിടെ എവല്യൂഷൻ ചാൻസ് വളരെ കുറവാണ്. രണ്ടാമത്തെ ഡിറക്ഷണൽ ഓർ പ്രോഗ്രസീവ് നാച്ചുറൽ സെലക്ഷൻ. അവിടെ എന്ന് പറഞ്ഞാൽ മാറിയ കണ്ടീഷൻ അനുസരിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റബിൾ വൺസിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യും. സോ ഇൻ ദിസ് കൈൻഡ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അല്ലേ, എനി ഓഫ് ദി ക്യാരക്ടർ വാല്യൂ അതർ ദാൻ മീൻ വാല്യൂ, അല്ലേ? നേച്ചർ ഫേവേർഡ് എനി ഓഫ് ദി ക്യാരക്ടർ വാല്യൂ അതർ ദാൻ മീൻ വാല്യൂ. മീൻ വാല്യൂവിനെ കൂടാതെ ഒരു ക്യാരക്ടർ വാല്യൂവിനെ നേച്ചർ കൺസർവ് ചെയ്യും. ഏറ്റവും നന്നായി അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം. അപ്പം പിന്നെ അവർ മാത്രമേ ഉള്ളൂ. പിന്നെ പോപ്പുലേഷൻ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അതാണ് ഡിറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. പിന്നെ അതിന് എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസവും DDT റെസിസ്റ്റന്റ് മൊസ്കിറ്റോസും ഒക്കെ. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടേക്കായിരുന്നു? നമ്മുടെ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. അവിടെ ആകുമ്പോഴേക്കും 2 എക്സ്ട്രീം കൺസർവ് ചെയ്തു, മീൻ വാല്യൂ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു വില്ല് പോലെ ഒരു ഗ്രാഫ് വരുന്നത്, അല്ലേ?
സ്റ്റെബിലൈസ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഇൻ ദിസ് population changes towards one particular direction, ഡയറക്ഷൻ നാച്ചുറൽ സെലക്ഷൻ ആണ്. എന്നാൽ ഏതാ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ ടു ബോത്ത് എൻഡ്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ പെരിഫറൽ ക്യാരക്ടർ വാല്യൂനെ കൺസർവ് ചെയ്യുമ്പോൾ, നടുക്കുള്ള ആൾക്കാരെ കളയുമ്പോൾ അതേതാ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഇത് നിങ്ങൾ പഠിച്ചോണം. അതിൽ എക്സാമ്പിൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഇതും നമുക്ക് 2019 ഒരു ബർത്ത് വെയിറ്റ് ഓഫ് ഹ്യൂമൻ ബേബി വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ബാലൻസിങ് സെലക്ഷൻ എക്സാമ്പിൾ ഏതാണ് എന്നുള്ള അർത്ഥത്തിൽ, അത് ഏത് ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ ആണ് എന്നുള്ളത്. ആ ക്വസ്റ്റ്യനും നമ്മുടെ ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ എയിംസിൽ നമ്മൾ ഇട്ടുന്നൊരു ക്വസ്റ്റ്യൻ്റെയാണ്. മനസ്സിലായോ? ഇതൊക്കെ എനിക്കിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് നമ്മൾ ആവർത്തിച്ച് നമുക്ക് വരുന്നുണ്ട് കേട്ടോ, പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് ഡീവിയേഷൻ്റെ മ്യൂട്ടേഷൻ തിയറി. അതും നമുക്ക് 2 or 3 തവണ നീറ്റ് എൻട്രൻസ് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കുന്ന രീതി വ്യത്യാസമാണ്, പക്ഷേ ഉത്തരം ഒന്നിലേക്ക് വരത്തുള്ളൂ കേട്ടോ. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ, സോൾട്ടേഷൻ റിസൾട്ട്സ് എവല്യൂഷൻ അല്ലേ. ഡിവിരീസ് ഈനോത്തിയറ ലാമാർക്കിയാന എന്ന് പറയുന്ന ഗാർഡൻ ഈവനിങ് പ്രൈമറോസ് അതിൽ നടത്തിയ എക്സ്പെരിമെൻറ്റിലൂടെ പ്രപ്പോസ് ചെയ്ത തിയറിയാണത് അല്ലേ. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കായിരുന്നു? ഇപ്പം നമ്മൾ മോഡേൺ സിന്തറ്റിക് തിയറി. അത് നമുക്ക് സിലബസ് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്താണ്. ഇപ്പോഴല്ല, കുറേ നാളുകളായി അത് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. മോഡേൺ സിന്തറ്റിക് തിയറി അഥവാ ന്യൂ ഡാർവിനിസം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്ക്. അത് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതാ ഹാർഡി വീൻബെർഗ് ഇക്വിലിബ്രിയം നമ്മൾ അവർ പഠിച്ചായിരുന്നു. P² + 2pk + q² = 1 എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മളവിടെ ഏതാ ഹാർഡി വീൻബെർഗ് ഇക്വിലിബ്രിയത്തിൻ്റെ ബേസ്ഡ് ആ ഫ്രീക്വൻസി ഓഫ് അലീൽ ക്യാപിറ്റൽ എ സ്മോൾ എ ഇതൊക്കെ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പലതവണ വന്നിട്ടുണ്ട്. പ്രോബ്ലമായിട്ട് ചോദിച്ചിട്ടില്ല, പകരം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ 2019 നീറ്റിൻ്റെ ക്വസ്റ്റിന് ഒരെണ്ണം അത് തന്നെയായിരുന്നു. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പോകുന്നത് ഏതായിരുന്നു? ഹാർഡി വീൻബെർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 5 അല്ലെങ്കിൽ 6 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? നാച്ചുറൽ സെലക്ഷൻ ഉണ്ടായിരുന്നു, മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, ജനറ്റിക് റീകോമ്പിനേഷൻ, ജീൻ മൈഗ്രേഷൻ അല്ലേ. പിന്നെ ജീൻ മൈഗ്രേഷൻ ഹാപ്പൻസ് മൾട്ടിപ്പിൾ ടൈംസ് ബിറ്റ്വീൻ 2 ഡിഫറൻറ്റ് പോപ്പുലേഷൻ റിസൾട്ട്സ് ജീൻ ഫ്ലോ. അത് നമ്മൾ പഠിച്ചതായിരുന്നു, ജീൻ ഫ്ലോ അല്ലേ. പിന്നെ ലാക്ക് ഓഫ് റാൻഡം മീറ്റിംഗ് അല്ലെങ്കിൽ സെലക്റ്റീവ് മീറ്റിംഗ്. പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ അലീലി ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ ബൈ ചാൻസിലൂടെ ഒരു സ്മോൾ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ്റെ അലീലി ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്. കുറേ അലീൽസ് നഷ്ടമായിട്ട് അത് പുതിയൊരു കോളനിയായി മാറുന്നത് അല്ലേ. അതിന് എക്സാമ്പിളാണ് ഫൗണ്ടർ ഇഫക്റ്റ് നമ്മൾ പഠിച്ചത്. ഇത് ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2022 നീറ്റിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ താണ്ടേ ഞാനിപ്പോൾ ക്വസ്റ്റ്യനിലേക്കൊന്ന് വേണമെങ്കിലൊന്ന് പോകാം. നമ്മൾ ക്വസ്റ്റ്യൻസിലെ ജനറ്റിക് ഡ്രിഫ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതാണ്ട് ഇപ്പം നാച്ചുറൽ സെലക്ഷൻ 6th ക്വസ്റ്റ്യൻ ഉണ്ടോ? നാച്ചുറൽ സെലക്ഷൻ വെയർ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ സ്പെസിഫിക് ക്യാരക്ടർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ ലീഡ്സ് ടു ഉണ്ടോ? ഇത് 2022 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നാച്ചുറൽ സെലക്ഷന് ബൈ വിച്ച് മോർ ഇൻഡിവിജ്വൽസ് അക്വയർ സ്പെസിഫിക് ക്യാരക്ടർ വാല്യൂ അതാണ് ഇമ്പോർട്ടൻറ്റ് അതർ ദാൻ മീൻ വാല്യൂ ഇറ്റ് ലീഡ്സ് ടു ഏതാ? ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ അല്ലേ. ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. ഡിസ്റപ്റ്റീവോ സ്റ്റെബിലൈസിങ്ങോ വരത്തില്ല ഉണ്ടോ. ഇത് 2022 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തൻ്റെ നമ്മൾ ഇത് ചെയ്തല്ലോ. പിന്നെ വേറെ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു സഡൻ പോപ്പുലേഷൻ മൈഗ്രേഷൻ. ഇതും 2022 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതായിരുന്നു അല്ലേ. സഡൻ പോപ്പുലേഷൻ മൈഗ്രേഷൻ ഏതാ? ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാകാൻ കാരണം പെട്ടെന്ന് കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതും നമുക്ക് നേരത്തെ മുൻപത്തതാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഉണ്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് അവസാനം ഹ്യൂമൻ എവല്യൂഷൻ ബേസ്ഡ് അവസാനമായിട്ട് ക്വസ്റ്റ്യൻ വന്നത് 2018 നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ചോദിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചോണം. നമ്മുടെ ഓസ്ട്രലോപിത്തസൈൻസ് 2 അല്ലെങ്കിൽ 3 മുതൽ 4 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് അങ്ങനെയാണ് നമ്മുടെ ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നത് ജീവിച്ചിരുന്ന ആൻസസ്റ്റർ ഓഫ് മാനാണ് ആരാ? ഓസ്ട്രലോപിത്തിക്കസ്. അതിനെക്കാട്ടി മുന്നേ 10 മുതൽ 15 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്ന ആൻസസ്റ്റർ ആയിരുന്നു ആര്? ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമപിത്തിക്കസ്. ആൻഡ് ദ ഡ്രയോപിത്തിക്കസ് വെയർ മോർ ഏപ്പ് ലൈക്കും രാമാപിത്തിക്കസ് വെയർ മോർ മാൻ ലൈക്കും അല്ലേ. ഫസ്റ്റ് ഡയറക്റ്റ് ആൻസസ്റ്റർ ഓഫ് മാൻ ആണ് രാമാപിത്തിക്കസ് അല്ലേ. പിന്നീട് ഓസ്ട്രലോപിത്തസൈൻസ് ഉണ്ടായി. 100 വിത്ത് ആനിമൽസ് വിത്ത് സ്റ്റോൺ വെപ്പൺസ് ബട്ട് എസെൻഷ്യലി ഏറ്റ് ഫ്രൂട്ട്സ്. അതൊക്കെ നമ്മൾ ഓസ്ട്രലോപിത്തസൈൻസിൻ്റെ ക്യാരക്ടർ പഠിച്ചത്. അവിടെ മുതലാണ് ബ്രെയിൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അല്ലേ. ഓസ്ട്രലോപിത്തസൈൻസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാ? 350 to 600 cc ആണ്. പിന്നീട് ഹോമോ ഹാബിലിസ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആൻസസ്റ്റർ ഫസ്റ്റ് ഹോമിനിറ്റ് അല്ലേ. അത് 1.8 മില്യൺ ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ അല്ലേ. ബൈപ്പഡൽ ലോക്കോമോഷൻ ഉള്ളവർ അവർക്ക് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc ആയി അല്ലേ. പിന്നീട് സം ഓഫ് ദി ഫോസിൽസ് ഓഫ് ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ് വെയർ കളക്ടഡ് ഫ്രം ജാവ ഓഫ് ഇന്തോനേഷ്യ ഇൻ 1891. 1891 ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്ന് ചില ഫോസിൽസ് കളക്ട് ചെയ്തു. അതാണ് ഹോമോ ഇറക്ടസ്. 1.5 മില്യൺ ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആൻസസ്റ്റർ. ദേ വെർ ദ ഫസ്റ്റ് മാൻ
ate meat. അല്ലേ? ഹോമോ ഹബിലിസ് മീറ്റ് ഈറ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ ഇവർ മീറ്റ് ഈറ്റ് ചെയ്തിരുന്നു. ആൻഡ് നോ ദ യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിങ്, ഹണ്ടിങ് എക്സെട്ര. അല്ലേ? അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 900 cc ആണ്, കുറച്ചുകൂടി കൂടി. പിന്നീട് നിയാണ്ടർത്തൽ ബാറ്റ് 1,00,000 വർഷം മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആൻസസ്റ്റാണ് ആരാ? ഹോമോ നിയാണ്ടർതാലൻസസ്, ഫസ്റ്റ് ഹോമോ സാപ്പിയൻസ്. അല്ലേ? അവർ എറോസ് ഇൻ ആഫ്രിക്ക, എന്നിട്ട് ഡൈവേർജ് ഇൻറ്റു ഡിസ്റ്റൻറ്റ് കോണ്ടിനെൻറ്റ് ആൻഡ് ഇവോൾവ് ഇൻറ്റു ഡിസ്റ്റിങ്ക്ട് റേസസ്. അതുകൊണ്ട് ഹ്യൂമൻ എവല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഏതാ ഈ നിയാണ്ടർത്തൽ മാൻ ദേ ബറീഡ് ദെയർ ഡെഡ്, മരണത്തിൽ ദുഃഖിതരായിട്ട് ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് അവരായിരുന്നു. അല്ലേ? അതുപോലെ നമ്മൾ പറഞ്ഞു ദ യൂസ് ഹൈഡ്സ് ടു പ്രൊട്ടക്ട് ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അനിമൽ സ്കിന്നൊക്കെ വെച്ച് ശരീരം മറച്ചു തുടങ്ങിയ ആൻസസ്റ്റും അവരായിരുന്നു. ഓക്കെ. പിന്നെ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 1400 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്, 1400 cc. ഇത് കഴിഞ്ഞിട്ട് നടന്ന് 18,000 വർഷം മുമ്പ് പ്രീഹിസ്റ്ററിക് കേവ് പെയിൻറ്റിങ്സ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് ശരിക്കും ആ പ്രീഹിസ്റ്ററിക് കേവ് ആർട്സൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് ക്രൊമാഗ്നോൺമാനാണ്. ഹോമോസാപ്പിൻ ഫോസൈലിസ് എന്നറിയപ്പെടുന്ന ആൾക്കാർ. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 1600 മുതൽ 1650 cc ആണ്. അല്ലേ? പിന്നെ മാത്രമല്ല ഈ ക്രൊമാഗ്നോമാൻ പ്രീഹിസ്റ്ററിക് കേവ് പെയിൻറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തു. അവർ വരച്ചു എന്ന് പറയപ്പെടുന്ന ചില കേവ് പെയിൻറ്റിങ്സ് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഭീംബേട്ക റോക്ക് ഷെൽട്ടറിൽ നിന്ന് കളക്ട് ചെയ്യുണ്ടായി. അല്ലേ? അത് കഴിഞ്ഞിട്ട് ഹോമോസാപ്പിയൻസ് നമ്മുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് 75,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഐസ് ഏജ് പീരീഡിലാണ്. എന്നിട്ട് 10,000 വർഷം മുമ്പ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അതാണ് എന്താ സെറ്റിൽഡ് ലൈഫിന് കാരണമായി മാറിയത്. ശരിയല്ലേ? നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി അത് NCERT-യിലില്ല, പക്ഷേ 2018 NEET എൻട്രൻസ് എക്സാമിന് അത് ചോദിച്ചായിരുന്നു. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി 1350 മുതൽ 1600 cc ആണ്. 1350 മുതൽ 1600 ക്യൂബിക് സെൻറ്റിമീറ്റർ ഇത്രയായിരുന്നു. പിന്നെ ആ NCERT-ലെ ആ സ്കള്ളിൻ്റെ കമ്പാരിസൺ പഠിച്ചോണേ. ബേബി ചിമ്മിൻസിൻ്റെ സ്കള്ളും നമ്മുടെ ഹ്യൂമൻ അഡൽട്ട് സ്കള്ളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ആണ്. അല്ലേ? ദ സ്കൾ ഓഫ് ബേബി ചിമ്മിൻസി ഷെയർ സിമിലാരിറ്റി വിത്ത് ദ സ്കൾ ഓഫ് അഡൽട്ട് മാൻ ദാൻ ദാറ്റ് ഓഫ് ദി സ്കൾ ഓഫ് അഡൽട്ട് ചിമ്മിൻസി. അതിൻ്റെ അർത്ഥം ഏതാ? ഈ ബേബി ചിമ്മിൻസി നമ്മുടെ സ്കളുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നു പറഞ്ഞാൽ അവരുടെ ആ ചിമ്മിൻസി നമ്മളുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പ്രീവിയസ്ലി ദേ ഹാവ് എ കോമൺ ആൻസസ് നെയിംഡ് ഡ്രയോപിത്തിക്കസ് എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മൾ എവല്യൂഷനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത്രയും ഞാനത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് മൊത്തം നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? നമ്മൾ കുറച്ച് സമയമുള്ളൂ. ഏതാ? നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലേ? ആ ടോപ്പിക്കിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏറ്റവും ആദ്യം നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അല്ലേ? ഇൻഫെക്ഷ്യസ് ഡിസീസ് അതാണ് നമ്മൾ വൈറസ് കോസിങ്, അതുപോലെ ബാക്ടീരിയ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഡിസീസിനെ കുറിച്ചെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനം പറയുന്നത് ഏതായിരുന്നു? കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻസ്, അതിൻ്റെ പാത്തോജൻസ്. നിങ്ങൾ അത് പഠിക്കുമ്പോൾ ആ പാത്തോജൻ്റെ പേരും അതിൻ്റെ സിംറ്റംസുമാണ് പ്രധാനം. എസ്പെഷ്യലി ഇൻ അവർ NC ടെക്സ്റ്റിലുള്ളത് പ്രകാരമുള്ളതാണ് പഠിച്ചു പോകേണ്ടത്. അല്ലേ? അവിടെ നമ്മൾ ബാക്ടീരിയൽ ഡിസീസായിട്ട് പഠിക്കുന്നത് ഏതൊക്കെയാണ്? ടൈഫോയിഡ് പഠിച്ചു. അവിടെ നമ്മൾ ടൈഫോയിഡിൻ്റെ ടെസ്റ്റ് അല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ കൺഫോമേറ്ററി ടെസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? വൈഡാൽ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ദെൻ ഈ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമണല്ല ടൈഫോയിഡ്. അത് വെച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2023 തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാനത് ഇതിനകത്ത് ഇട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ഓടിപ്പോയി നോക്കാം. 2023 നീറ്റിനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അത് നമ്മളവിടെ ആ ഡ്രഗ്സിനെ ബേസ് ചെയ്താൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ്സിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പഠിച്ചു പോകണം. അല്ലേ? നമ്മൾ 3 ടൈപ്പ് ഡ്രഗ്സാണ് അവിടെ പഠിക്കുന്നത്. ഓപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കോക്ക ആൽക്കലോയിഡ്സ്. അല്ലേ? ഓപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ് ആൻഡ് കോക്ക ആൽക്കലോയിഡ്സ്. ഓപ്പിയോയിഡ്സ് നമ്മൾ പറയുമ്പോഴേക്കും ഏതാണ്? ദീസ് ആർ ബൈൻഡ്സ് ടു സ്പെസിഫിക് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം. അല്ലേ? ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്. അവിടെയുള്ള ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സുമായിട്ടാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. അല്ലേ? എന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ്റെ അസറ്റൈലേഷൻ വഴിയാണ് ഇതിനെ നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്നത്. അല്ലേ? പിന്നെയോ വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ്. അത് നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചണം. നമ്മളിവിടെ പറയുന്നുണ്ട് ഓപ്പിയോയിഡിനെ കോമൺലി വിളിക്കുന്നത് എന്താ? സ്മാക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലേ? സ്മാക്ക്. കെമിക്കലി എന്ത് വിളിക്കാറുണ്ട് അതിനാ? കെമിക്കലി ഡൈ അസറ്റൈൽ മോർഫിൻ. അല്ലേ? എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെന്താ? ഹെറോയിൻ അതൊരു ഡിപ്രസൻ്റ് ആണ്. ആൻഡ് ഇറ്റ് സ്ലോസ് ഡൗൺ ബോഡി ഫങ്ഷൻ. അല്ലേ? അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പരീക്ഷിക്കുന്നത്. ഇതേ കണ്ടോ? ഹെറോയിൻ എന്ന് പറയുന്നത് ഒരു ഡിപ്രസൻ്റുമാണ്, സ്ലോ ഡൗൺ ബോഡി ഫങ്ഷൻ. അപ്പോൾ ഇവിടെ A2 വരും. അല്ലേ? A2 ആണ് അവിടെ വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കായിരുന്നു? കനാബിനോയിഡ്സ്.
കനാബിസ് സറ്റൈവ അതിൻ്റെ ഇൻഫ്ലോറസൻസ് നിന്നാണ് നമ്മളത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ. ഇതിനു വേണ്ടി സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റേഴ്സ് വിച്ച് വെയർ പ്രസന്റ് ഇൻ ബ്രെയിൻ, പ്രിൻസിപ്പലി ഇൻ ദ ബ്രെയിൻ, അവിടെയാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഈ നാച്ചുറൽ കനാബിനോയിഡ്സ് ഒക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇൻഫ്ലോറസൻസ് ഓഫ് കനാബിസ് സറ്റൈവ ആ പ്ലാന്റിൽ നിന്നാണ്. ഇതിനാൽ ഈ കനാബിസ് സറ്റൈവയുടെ തന്നെ ഫ്ലവർ ടോപ്സ്, ലീവ്സ്, റെസിൻസ് അല്ലേ, ഇതൊക്കെ ഫ്ലവർ ടോപ്സ്, ലീവ്സ്, റെസിൻസ് ഇതൊക്കെ വേരിയസ് കോമ്പിനേഷനിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്കുണ്ടാക്കാവുന്നതാണ്. ഏതൊക്കെയാ? ഗഞ്ച, അതുപോലെ തന്നെ ഏതാ മരിജുവാന, ഹാഷിഷ് അല്ലെ, ചരസ്, ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ ഓറലി ഇൻജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. ഓറൽ ഇൻഹലേഷൻ വഴി എടുക്കുന്ന ഇൻജസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ ഇൻഹലേഷൻ വഴി എടുക്കാൻ പറ്റും അല്ലേ. കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതായിരുന്നു മരിജുവാന. മരിജുവാന എന്നുള്ള പറയുമ്പോഴേക്കും ഇതിനകത്ത് ഏതുമായിട്ടാ റിലേറ്റ് ചെയ്ത് വരുന്നത്? ഏതാ? എഫക്റ്റ് ഓൺ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ഉണ്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ B1 ഇവിടെ കൊടുക്കാം. B1 നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. A to B1 വരുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ. ഇങ്ങനെ നോക്കാം. അടുത്ത കൊക്കൈൻ, കോക്ക ആൽക്കലൈഡ്സ്, കോക്ക് അഥവാ ക്രാക്ക് എന്നറിയപ്പെടുന്നത് അല്ലേ. ഇറ്റ് വിൽ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ലൈക്ക് ഡോപ്പമൈൻ ഒബ്റ്റെയിൻഡ് ഫ്രം ഏതാ നമ്മൾ പറയുന്ന എർത്രോസൈലം കോക്ക എന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഈ കോക്ക് ഓർ ക്രാക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു പൊട്ടൻ സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഉണ്ട് അല്ലേ. പൊട്ടൻ സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻ ഓൺ അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം, പ്രൊഡ്യൂസിങ് എ സെൻസ് ഓഫ് യൂഫോറിയ അല്ലേ, ഭയങ്കരമായ സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എനർജി ഉണ്ടാകും. എക്സസീവ് യൂസേജ് ഓഫ് കോക്കൈൻ കോസസ് ഹലൂസിനേഷൻ ഉണ്ടാകും. അപ്പോൾ ഹലൂസിനോജനിക് പ്രോപ്പർട്ടി ഉള്ളത് കൂടിയാണ് ഏതാ കൊക്കൈൻ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും ഏതാ? ഇൻ്റർഫിയർ വിത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് ഡോപ്പമൈൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൊക്കൈൻ C4 വരാം. C4 കറക്റ്റായി. പിന്നെ മോർഫിൻ നമ്മൾ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഇൻസൈറ്റ് കൊടുത്തു. പിന്നെ വേറെ ഉണ്ട് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടി കോക്ക ആൽക്കലോയിഡ്സിന് മാത്രമല്ല, പിന്നെ ഇതിനുണ്ട് നമ്മൾ പറയുന്ന ഡറ്റൂര അതുപോലെ തന്നെ എട്രോപ്പ ബെലഡോണ എന്നുള്ള പ്ലാന്റ്സിനും ഹലൂസിനോജനിക് പ്രോപ്പർട്ടി ഉള്ളതാണ് അല്ലേ. പിന്നെ ഈ അടുത്ത കാലത്ത് കനാബിനോയിഡ്സ് ഒക്കെ സ്പോർട്സ് പേഴ്സൺസ് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആ സ്പോർട്സ് ഐറ്റത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലേ. അതേപോലെ നമ്മൾ പറഞ്ഞത് ബാർബിച്ചറേറ്റ്സ്, ആംഫിറ്റമൈൻസ്, ബെൻസോഡൈസപ്പീൻസ് അല്ലേ, ഇങ്ങനെയുള്ള കുറേ സിമിലർ ഡ്രഗ്സ് അത് മെഡിസിൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും മെൻ്റൽ ഇൽനെസ് ലൈക്ക് ഡിപ്രഷൻ ആൻഡ് ഇൻസോമിനിയ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. പിന്നെ നമ്മൾ പറയാറുണ്ട് ഏതായിരുന്നു ഈ മോർഫിൻ, അതൊരു എഫക്റ്റീവ് സെഡേറ്റീവാണ്, അതുപോലെ പെയിൻ കില്ലറുമാണ് മോർഫിൻ. അത്രയും പോയിന്റ്സ് മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ മോർഫിൻ ഒരു പെയിൻ കില്ലറാണ്. നമുക്ക് D വന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഏതാ? ഓപ്ഷൻ ഫസ്റ്റ് 1 അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഇൻ വിച്ച് ബ്ലഡ് കോർപ്പസൽസ് ദ HIV അണ്ടർഗോസ് റെപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് പ്രോജനി വൈറസസ്. ഏത് ബ്ലഡ് കോർപ്പസലിലാണ് HIV റെപ്ലിക്കേഷൻ നടത്തുന്നതും പ്രോജനി വൈറസിനെ ഉണ്ടാക്കുന്നതും? അത് പ്രധാനമായിട്ട് ഏതാ? ഹെൽപ്പർ T സെൽസ്, ബി ലിംഫോസൈറ്റ്സ്, ബേസോഫിൽസ്, ഇസ്നോഫിൽസ്. ഏതാ ശരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഹെൽപ്പർ T സെൽസ് അല്ലേ. അതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എയ്ഡ്സ് വൈറസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അല്ലേ. നമ്മൾ എയ്ഡ്സ് വൈറസിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൻ്റെ ആ മോഡ് ഓഫ് ആക്ഷനും നമ്മളെല്ലാം ഈ ഡയഗ്രാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം അല്ലേ. റിട്രോവൈറസ് അതിൽ വൈറൽ RNA കോറുണ്ട്. അത് ആ വൈറസ് നേരെ നമ്മുടെ മാക്രോഫേജിനുള്ളിലേക്ക് വരും അല്ലേ. ഏതാ നമ്മുടെ മാക്രോഫേജ് എന്ന് പറയുമ്പോൾ HIV ഫാക്ടറി എന്നറിയപ്പെടുന്നത്. അതിനുള്ളിലേക്ക് വന്നിട്ട് അവിടെ ആ വൈറൽ RNA അല്ലെങ്കിൽ നമ്മൾ വൈറസ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം സഹായത്താൽ വൈറൽ DNA പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ആ വൈറൽ RNA നേരെ മാക്രോഫേജിനുള്ളിലേക്ക് വന്നിട്ട് വൈറൽ DNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നേരെ ആ ഹോസ്റ്റ് ജീനോമിലേക്ക് കയറും. വൈറൽ DNA ഇൻകോർപ്പറേറ്റ് ഇൻ ദ ഹോസ്റ്റ് ജീനോം. എന്നിട്ട് അവിടെ വെച്ച് ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽ. ആ ഇൻഫെക്റ്റഡ് സെല്ല് പുതിയ വൈറൽ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് ആ ന്യൂ വൈറസ് പാർട്ടിക്കിൾസ് പുതിയ വൈറസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഹെൽപ്പർ T സെൽസിനാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹെൽപ്പർ T സെൽസിനെ ഡാമേജ് ആക്കിയിട്ട് അതിൻ്റെ എണ്ണം കുറയ്ക്കും. കാരണം ഹെൽപ്പർ T സെൽസിനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് തരത്തിലുള്ള പാത്തജൻസും ബോഡികളിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഡയഗ്രാം മാത്രം വെച്ചാലും മതി കേട്ടോ. പിന്നെ ഇവിടെ ഇൻഫെക്റ്റഡ് സെൽ ക്യാൻ സർവൈവ് വൈൽ വൈറസസ് ആർ ബീങ് റെപ്ലിക്കേറ്റഡ് ആൻഡ് റിലീസ്ഡ് കണ്ടോ. അവിടെ ഇൻഫെക്റ്റഡ് സെൽസ് ഒരിക്കലും എന്താകുന്നില്ല, ഡാമേജ് ആകുന്നില്ല, അതവിടെ നിൽക്കും. എസ്പെഷ്യലി മാക്രോഫേജസ് അല്ലേ. ബാക്കിയുള്ളതിനെ മാത്രമാണ് ഹെൽപ്പർ T സെൽസിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. പിന്നെ ഈ എയ്ഡ്സിന് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? എലീസ ടെസ്റ്റും അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാ? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റുമാണ് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ആൻസർ ഹെൽപ്പർ T സെൽസ് വരികയുള്ളൂ. അതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതും 2022 നീറ്റ് ക്വസ്റ്റ്യനാണ്.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ വെയർ ബോഡി ഡിഫൻസ് മെക്കാനിസം റിക്കഗ്നൈസ് ഇറ്റ്സ് ഓൺ സെൽസ് ആസ് ഫോറിൻ ബോഡീസ്. ഉണ്ടോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇസ് എ കണ്ടീഷൻ. അത് നിങ്ങൾക്ക് പഠിക്കാൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ലേ? നമ്മുടെ ബോഡിയുടെ പ്രത്യേകത സെൽഫ് സെൽസ് ചെയ്ത് അതുപോലെ തന്നെ പിന്നെ ഫോറിൻ സബ്സ്റ്റൻസ് തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ? എന്നാൽ ആ എബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഓട്ടോമിക് ഡിസോർഡർ ഇവിടെ വരാൻ ചാൻസ് കൂടുതലുള്ളത് അല്ലേ? ഓട്ടോമിക് ഡിസോർഡർ പറയുമ്പോഴേക്കും ഈസ് എ കണ്ടീഷൻ വെയർ ബോഡി ഡിഫൻസ് മെക്കാനിസം റിക്കഗ്നൈസ് ഇറ്റ്സ് ഓൺ സെൽസ് ആസ് ഫോറിൻ ബോഡീസ്. ഉണ്ടോ? ബോഡി നമ്മുടെ ഓൺ സെല്ലുകളെ ഫോറിൻ ബോഡീസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് ഓട്ടോമിക് ഡിസോർഡർ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പറയുന്നുണ്ട് ഏതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇസ് എ കണ്ടീഷൻ വെയർ ബോഡി ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ് സെൽസ്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പോൾ അത് ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ് സെൽസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 അവിടെ എന്തായിപ്പോയി? ഇൻകറക്റ്റായിട്ട് മാറിയുണ്ടായി അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റും വരും. അങ്ങനെ വരുന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഏതാ? തേർഡ് ഓപ്ഷൻ അല്ലേ? തേർഡ് ഓപ്ഷൻ ഇതാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, യെസ്. ഇതും നീറ്റിന് നമുക്ക് ഓട്ടോ ഇവൻ്റ് ബേസ് തന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് വീണ്ടും ഇതിനെയൊക്കെ ബേസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി വേറെ ക്വസ്റ്റൻ ആക്കി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റെപ്പ് വിത്ത് റെസ്പെക്ട് അക്വേഡ് ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങളത് പഠിച്ചാണെങ്കിൽ പറയാം. പ്രൈമറി റെസ്പോൺസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ അവർ ബോഡി എൻകൗണ്ടേഴ്സ് എ പാത്തൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു പാത്തൻ ബോഡിക്കുള്ളിലേക്ക് വരുമ്പോൾ അതിനെതിരെ ബോഡി ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പ്രൈമറി റെസ്പോൺസ്. അത് കറക്റ്റാണ്. ഇനി അനാംനസ്റ്റിക് റെസ്പോൺസ്, സെക്കൻഡ് റെസ്പോൺസ് ഈസ് എലിസിറ്റഡ് ഓൺ സബ്സീക്വൻറ്റ് എൻകൗണ്ടർ വിത്ത് ദ സെയിം പാത്തജൻ. ഇതേ പാത്തജൻ വീണ്ടും ബോഡിക്കുള്ളിലേക്ക് വന്ന് കയറുമ്പോഴാണ് അതിനെതിരായിട്ട് അതായത് സെക്കൻഡറി റെസ്പോൺസ് അല്ലെങ്കിൽ അനാംനസ്റ്റിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അല്ലേ? പ്രീവിയസ്ലി അത് മെമ്മറി ബേസ്ഡ് ആണ്. അനാംനസ്റ്റിക് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു മെമ്മറി ഓഫ് ഫസ്റ്റ് എൻകൗണ്ടർ. ആദ്യം വന്ന ആ പാത്തോജൻസിനെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ആൻറ്റിബോഡീസ് ഉണ്ടാക്കി, പിന്നീട് സെയിം പാത്തോജൻ വരുമ്പോൾ അതേ ആൻറ്റിബോഡീസിനെ അവിടെ ആക്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? മെമ്മറി ബേസ്ഡ്. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. എന്നാൽ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി ഈസ് നോൺ സ്പെസിഫിക് അല്ല. അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എങ്ങനെയുള്ളതാണ്? സ്പെസിഫിക് ആണ് അല്ലേ? നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഫോൾസ് ആയിട്ട് എടുക്കാം. വരുമ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? അതാണ്ട് ഫോർത്ത് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ മറ്റ് ഈ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മലേറിയൽ പാരസൈറ്റ് സ്പ്രെഡിങ് അല്ലേ? അത് ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മലേറിയൽ പാരസൈറ്റ് അതിൻ്റെ സ്പ്രെഡിങ് അതും നമ്മൾ കൃത്യമായിട്ടത് പഠിച്ചു പോകണം കേട്ടോ. കാരണം അത് നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് അല്ലേ? നമ്മുടെ NCERT ഡയഗ്രാം മാത്രം തന്നെ നോക്കിയാലും മതി. നമ്മൾ ഒത്തിരി ഡെപ്തിലേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഈ NCERT അതിൻ്റെ ബേസ് തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ? ഏറ്റവും ആദ്യം ഒരു മൊസ്കിറ്റോ അതായത് മലേറിയൽ പാരസൈറ്റിൻ്റെ ലാർവകളായിട്ടുള്ള സ്പോറോസോയിഡ്സ് ഉള്ളൊരു മൊസ്കിറ്റോ ഒരു ഹെൽത്തി പേഴ്സണെ ബൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്പോറോസോയിഡ്സ് ആർ എൻ്റർ ഇൻ ടു ദ ബ്ലഡ് ഓഫ് ദാറ്റ് ഹെൽത്തി പേഴ്സൺ. അപ്പം പാരസൈറ്റ് നമ്മളെന്ന് പറയുന്ന ഹോസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് അത് എത്തിച്ചേരുന്നത് ഏത് രൂപത്തിലാണ്? ഈ പറയുന്ന മലേറിയൽ പാരസൈറ്റ് എത്തിച്ചേരുന്നത് സ്പോറോസോയിഡ്സ് ഉണ്ടോ? ഇൻഫെക്റ്റഡ് സ്റ്റേറ്റ്. വെൻ ദ മൊസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൻ സ്പോറോസൈറ്റ്സ് ആർ ഇൻജെക്റ്റഡ് വിത്ത് ബൈറ്റ് ഉണ്ടോ? അപ്പം ആ ഇൻഫെക്ഷ്യസ് സ്റ്റേജസ് ഓഫ് ദി മലേറിയൽ പാരസൈറ്റ് ആണ് സ്പോറോസൈറ്റ്. അത് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് വരുന്നു. ഈ വരുന്ന സ്പോറോസൈറ്റ്സ് പിന്നീട് നേരെ ലിവർ സെല്ലിലേക്കാണ് പോകുന്നത് നമ്മുടെ അല്ലേ? ലിവർ സെൽസ് പോയിട്ട് ആ സ്പോറോസൈറ്റ്സ് റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ് വഴി ലിവറിലേക്ക് എത്തി. ലിവറിൽ വെച്ച് ഇറ്റ് വിൽ സ്റ്റാർട്ടിങ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടോ? അതാണ്ട് ദ പാരസൈറ്റ് റീപ്രൊഡ്യൂസ് എസെക്ഷലി വിത്തിൻ ദ ലിവർ സെൽസ്. എന്നിട്ട് ബേസ്റ്റിംഗ് ദ ലിവർ സെൽസിനെ പൊടിച്ചിട്ട് അത് റിലീസിങ് ഇൻ ടു ദ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്ന ആ പാരസൈറ്റ് സ്പോറോസൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. പിന്നെ നേരെ പാരസൈറ്റ്സ് റീപ്രൊഡ്യൂസ് എസെക്ഷലി വിത്തിൻ ദ റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസിലേക്ക് പോയിട്ട് അവിടെ വെച്ച് എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടോ ആൻഡ് കോസിങ് സൈക്കിൾ ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ്. അതാണ് ഇവിടെ ഹൈ ഫീവർ, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ വെച്ചുള്ള ചില്ല് ഇതൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അതിൻ്റെ കാരണം എന്താ? RBCക്കകത്ത് വെച്ച് എസെക്ഷൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് RBCനെ ബേസ്റ്റ് ചെയ്തു, പൊട്ടിച്ചിട്ട് ഏതിനെ റിലീസ് ചെയ്യുകയാണ്? നമ്മൾ പറയുന്ന ഹീമോസോയിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിനെ അല്ലേ? ആ ഹീമോസോയിൻ റിലീസ് ചെയ്യുന്നു. ഹീമോസോയിൻ റിലീസിൻ്റെ ഫലമായിട്ടാണ് ആ ചില്ലും ഫീവറും ഒക്കെ അവിടെ ഉണ്ടാവുന്നത് അല്ലേ? അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. പിന്നെ
എന്നിട്ട് അത് അടുത്ത ആർ ബി എസിലേക്ക് കയറി അവിടെ വെച്ച് പിന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആർ ബി എസ് ഡിസ്ട്രക്ട് ചെയ്തിട്ട് വീണ്ടും പുതിയ ആർ ബി എസിലേക്ക് പോയിട്ട് അവിടെ സെക്ഷൽ സ്റ്റേജസ് ആർ ബി സിക്കകത്ത് വെച്ച് ഡെവലപ്പ് ചെയ്യും. ഗ്യാമറ്റോസൈറ്റ്സ് അല്ലേ, ഗ്യാമറ്റോസൈറ്റ്സ് ആർ ബി സിക്കകത്ത് വെച്ച് ഫോം ചെയ്തു, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റ്സ്. എന്നിട്ട് അത് ബ്ലഡിനകത്ത് കിടക്കുകയാണല്ലോ. ഈ ബ്ലഡ് സക്ക് ചെയ്യുന്ന മറ്റൊരു മൊസ്കിറ്റോ അല്ലേ, മറ്റു മൊസ്കിറ്റോ ഈ പേഴ്സണെ ബൈറ്റ് ചെയ്തു, ബ്ലഡ് സക്ക് ചെയ്തു, ബ്ലഡ് മെയിലായിട്ട് എടുത്തു. അങ്ങനെ ബ്ലഡ് മെയിൽ എടുക്കുമ്പോൾ ആ പേഴ്സൻ്റെ ആർ ബി സിക്കകത്തുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റ്സ് മൊസ്കിറ്റോയുടെ ബോഡിയിലേക്ക് വന്നു. ഉണ്ടോ, ഫീമെയിൽ മൊസ്കിറ്റോ ടേക്സ് അപ്പ് ഗ്യാമറ്റോസൈറ്റ്സ് വിത്ത് ബ്ലഡ് മെയിൽ. അങ്ങനെ വന്നു. അങ്ങനെ മൊസ്കിറ്റോയുടെ ഗട്ടിലേക്കാണ് പോകുന്നത്. ഗട്ടിലേക്ക് വെച്ച് പോയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഉണ്ടോ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മൊസ്കിറ്റോസ് ഇൻഡസ്ട്രീൻ. അപ്പോൾ ഓർത്തിരുന്ന് പറഞ്ഞാൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാൽ മൊസ്കിറ്റോയുടെ ഗട്ടിൽ വെച്ചാണ് അല്ലേ. അവിടെ വെച്ച് ഫ്യൂഷൻ നടന്നു. എന്നിട്ട് അത് നേരെ ഗട്ടിൽ നിന്നും എസ്കേപ്ഡ് അവിടെ വെച്ച് സ്പോറോസോയിഡ്സ് ഉണ്ടായി അല്ലേ. മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ് സ്പോറോസോയിഡ്സ് ആർ ഫോംഡ് ഇൻ ദ ഗട്ട്. ഗട്ടിൽ വെച്ച് മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിഡ്സ് ഉണ്ടായി. എന്നിട്ട് ദർ എസ്കേപ്ഡ് ഫ്രം ദ ഗട്ട് ആൻഡ് റീച്ചസ് ഇൻ ദ മൈഗ്രേറ്റ് ടു ദ സെലിവറി ഗ്ലാൻഡ് ഓഫ് ദി മൊസ്കിറ്റോ. മൊസ്കിറ്റോയുടെ സെലിവറി ഗ്ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വന്നിരിക്കും അല്ലേ. എന്നിട്ട് ഈ മൊസ്കിറ്റോ വീണ്ടും മറ്റൊരു ഹെൽത്തി പേഴ്സണെ ബൈറ്റ് ചെയ്യുമ്പോൾ അയാളിലേക്ക് ഏതാ സ്പോറോസോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അല്ലേ. മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം വേവാക്സ് ഉണ്ടാക്കുന്നത്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഉണ്ടാക്കുന്നതാണ് മാലിഗ്നന്റ് മലേറിയ എന്ന് പറയുന്നത് അല്ലേ. അത് പഠിക്കണ്ട, നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ പഠിച്ചത്. ഇത് വെച്ചാണ് 2022 മറ്റു ക്വസ്റ്റ്യൻ വന്നത്. ഇതേ കണ്ടോ, 2 സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. വെൻ ആൻ ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ബൈറ്റ്സ്, ഒരു ഇൻഫെക്റ്റഡ് അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിലീസസ് ഗ്യാമറ്റോസൈറ്റ്സ് ആണോ? അല്ല, ഇറ്റ് റിലീസസ് സ്പോറോസോയിഡ്സ് അല്ലേ ഓഫ് പ്ലാസ്മോഡിയം ഇൻ ടു ദ ഹെൽത്തി പേഴ്സൺ. അപ്പോൾ ഇത് ഫോൾസ് ആണ്, സ്പോറോസോയിഡ്സ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അല്ലാതെ ഗ്യാമറ്റോസൈറ്റ്സ് അല്ല. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2, ദ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ടേക്സ് അപ്പ് സ്പോറോസോയിറ്റ് ഓഫ് പ്ലാസ്മോഡിയം വിത്ത് ബ്ലഡ് മെയിൽ. ശരിയാ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് മെയിലിനോടൊപ്പം ആരെ എടുക്കും? സ്പോറോസോയിഡ്സ് അല്ല എടുക്കുന്നത്, പിന്നെ ആരെയാണ് എടുക്കുന്നത്? ഗ്യാമറ്റോസൈറ്റ്സ് അല്ലേ, ഗ്യാമറ്റോസൈറ്റ്സ് ആണ് എടുക്കുന്നത് അല്ലേ. വിത്ത് ഫ്രം അൻ ഇൻഫെക്ട് പേഴ്സൺ സഫറിംഗ് ഫ്രം മലേറിയ. അപ്പോൾ അതും തെറ്റിപ്പോയി. അപ്പം ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് statements choose the most appropriate answer from the options given below. നമുക്കറിയാം അതേ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഏതെടുക്കാം? 4th ഓപ്ഷൻ നമുക്ക് ആൻസർ എടുക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് അല്ലേ. ഇത് 2022 നീറ്റിന് വന്ന ഒരു ക്വസ്റ്റൻ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പറഞ്ഞു പോയി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതിന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി നമ്മൾ മനസ്സിൽ വേണം. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് അവസാനത്തെ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. സ്മോക്കിംഗ് വകയുണ്ട്. പിന്നെ സ്മോക്കിങ്ങിന് നമ്മൾ കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ബ്ലഡിൽ കൂടുകയും ഓക്സിജനെ ഹീമോഗ്ലോബിൻ ലഫിൻ്റെ കുറയുകയൊക്കെ ചെയ്യുന്നു. നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാം അല്ലേ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് വായിച്ചെടുക്കുക. അതുപോലെ ഈ അത്ലറ്റും മറ്റുമൊക്കെ അനബോളിക് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അനബോളിക് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിലിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് അല്ലേ, മെയിലിന് ഫീമെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യും. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് മൂഡ് സ്വിങ്സ് ആണ് അല്ലേ. അതുപോലെ ഫീമെയിലിന് മെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യും. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോന്നാ നമ്മൾ പറയുന്ന അനബോളിക് സ്റ്റിറോയിഡ്സിൻ്റെ ഓവർ യൂസിലൂടെ സംഭവിക്കാവുന്ന അബ്നോർമാലിറ്റീസ് ആണ് അല്ലേ. പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിന് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനകത്ത് കയറി പോകേണ്ടത് മറ്റൊന്ന് ഏറ്റവും പ്രധാനം. എയ്ഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസറിൻ്റെ കാര്യങ്ങൾ. ക്യാൻസർ നമ്മൾ 2 ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ബിനൈൻ ട്യൂമറും അതുപോലെ തന്നെ മാലിഗ്നൻ്റ് ട്യൂമറും. അതായത് മെറ്റാസ്റ്റാസിസ് അസോസിയേറ്റഡ് വിത്ത് ദ മാലിഗ്നൻ്റ് ട്യൂമർ അല്ലേ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും മോസ്റ്റ് വിയേർഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇത്രയും ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വായിച്ചു പോവുക നിങ്ങൾ NCERT. പിന്നെ ഇമ്മ്യൂണിറ്റി പറയുമ്പോൾ വാക്സിനേഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ. അവിടെ നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റിയും ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റിയും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സ്നേക്ക് വിനത്തിന് എഗെയിൻസ്റ്റ് ആന്റിവിനം ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യലാക്കിയുടെ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്, IgGയുടെയും IgAയുടെയൊക്കെ രൂപത്തിൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അലൗഡ് ടൈം ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മൾ പോയി എന്ന് മാത്രം. അലർജീനെ കുറിച്ചും പറയാനുണ്ട് കേട്ടോ. IgE ആൻറ്റിബോഡീസ് നോക്കുക. പിന്നെ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നമ്മുടെ NCERTയുടെ ആ ഡയഗ്രം കൂടി ഒന്ന് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിലുള്ളത്. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ പഠിച്ചു, കോമൺ കോൾഡ് അല്ലേ. അതുപോലെ തന്നെ പ്രോട്ടോസൽ ഡിസീസിൻ്റെ മലേറിയ പഠിച്ചു. ഇതിൻ്റെയൊക്കെ കോസറ്റീവ് ഏജൻറ്റ്, അതിൻ്റെ സിംറ്റംസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അത് പഠിച്ചിരിക്കണം. പിന്നെ ഹെൽമെന്ന് ഡിസീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ റിംഗ് വാം, അത് 3 ടൈപ്പ് ഫംഗസ് ഉണ്ടാക്കുന്നത്, മൈക്രോസ്പറം, ട്രൈക്കോഫൈറ്റൻ, ഇപ്പിഡോമോഫൈറ്റൻ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് NCERT എന്നുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ,
യെസ്. അപ്പോൾ ഇത്രയാകുമ്പോഴേക്ക് നമുക്ക് എവല്യൂഷനെയും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനെ ബേസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സഹിതം ഞാൻ കുറേയേറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചെടുക്കുക. എവല്യൂഷൻ പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് കൺസെപ്റ്റ് ഓറിയൻ്റായിട്ട് പഠിക്കണം. ഓക്കെ, ഞാൻ പക്ക NCERT ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഇടും, പക്ഷേ എങ്കിൽ പോലും നമുക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും വരുന്ന എക്സാംസ് റിലേറ്റ് വിത്ത് ടോപ്പിക് നെയിംഡ് എവല്യൂഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഈ 2 ചാപ്റ്റർ ബേസ് ചെയ്താലും നല്ല രീതിയിൽ നീറ്റിന് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾ വരുന്ന എക്സാം നന്നായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം ഈ ഒരു 1.5 മണിക്കൂർ എന്നോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം. വരുന്ന എക്സാം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. അതാണ് നമ്മുടെ എയിം. അല്ലാതെ മാക്സിമം എന്നല്ല. മാക്സിമം എന്ന് ഉദ്ദേശിക്കുന്നത് 360 300 350 അതുപോരാ. 360 360 നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ വാങ്ങിക്കുമല്ലോ. യെസ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും തരുന്നു. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ